ഐ എം ദ ഓൺലി വേ, ഐ എം ദ ഓൺലി ട്രൂത്ത് ആൻഡ് ഐ എം ദ ഓൺലി ലൈഫ് എന്ന് പറഞ്ഞാൽ വഴി ഞാൻ മാത്രമേ ഉള്ളൂ, സത്യം ഞാൻ മാത്രമേ ഉള്ളൂ, ജീവൻ ഞാൻ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് ക്ലെയിം. എക്സ്ക്ലൂസീവ് ക്ലെയിം എന്ന് പറഞ്ഞാൽ ഇത് മറ്റെല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രസ്താവനയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഇരിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷമാണോ? സന്തോഷമാണ് അല്ലേ? നമ്മൾ ദൈവകരുണയുടെ തിരുനാളിന് ഒരുക്കമായി ദൈവത്തെ ധ്യാനിക്കുകയാണ്, ഒരുങ്ങുകയാണ്. നമുക്ക് ദൈവം തന്ന വലിയ കൃപയ്ക്ക് നന്ദി പറയാം. കർത്താവാണ് നമ്മുടെ ബലം. ഇപ്പം നമ്മൾ എന്താണ് പാടിയത്? യേശു നല്ലവനാണ്, യേശു നല്ലവനാണ്. അവിടുന്ന് എത്ര നല്ലവനാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലോകത്തോട് പറയാൻ അതാണുള്ളത്. എന്താണുള്ളത്? നമ്മുടെ ദൈവം, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം എത്ര നല്ലവനാണ്. 103 സങ്കീർത്തനം എടുത്തേ. കർത്താവ് എത്ര നല്ലവനാണ്, എത്ര നല്ലവൻ. 106 സങ്കീർത്തനം എടുത്തേ. സങ്കീർത്തനം 106, സാംസ് 106, 106, സങ്കീർത്തനം 106. ഒന്നുറക്കെ വായിക്കാമോ? കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. സങ്കീർത്തനം പറയാണ് അവിടുന്ന് നല്ലവനാണ്. ഗോഡ് ഈസ് ഗുഡ്. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഇതാണ് നമുക്ക് ലോകത്തോട് പറയാനുള്ളത്. നാം ആരാധിക്കുന്ന ദൈവം നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. നല്ലവൻ, നല്ല ദൈവം, നല്ല ദൈവം അല്ലേ? നല്ല ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പാട്ടില്ലേ അല്ലേ? അങ്ങനൊരു പാട്ടില്ലേ? ഏതാ പാട്ട്? നല്ല ദേവനേ ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേ. നല്ല ദൈവം, നല്ല ദൈവം. ഗോഡ് ഈസ് ആൻ ഓസം ഗോഡ് എന്ന് പാട്ടുണ്ട്. നമ്മുടെ ദൈവം നല്ല ദൈവമാണ്. നല്ല ദൈവം, നല്ല ദൈവം. സങ്കീർത്തനം 34:8 വായിച്ചാൽ മതി. സങ്കീർത്തനം 34:8 എടുത്ത് വായിച്ചേ. എല്ലാവരും എടുത്ത് വായിച്ചേ. സങ്കീർത്തനം 34:8. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാൻ. എന്താണ് കരുണയുടെ ചിത്രത്തിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത്? ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു. അപ്പോൾ ഈശോയിൽ ശരണപ്പെടുന്നവർ, അവിടുന്നിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ലക്ഷം അല്ലേ? ഇതാണ് നാളെയാണ് ആ ഭാഗ്യമല്ല. അതല്ല. ഭാഗ്യവാൻ എന്ന് ബൈബിളിൽ പറഞ്ഞാൽ ബ്ലസ്സഡ് എന്നാണ്. ബ്ലസ്സഡ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതർ എന്നാണ്. അനുഗ്രഹീതർ, ബ്ലസ്സഡ്. അവിടുത്തെ ആശ്രയിക്കുന്നവർ ബ്ലസ്സഡാണ്. ബ്ലസ്സഡ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതർ പോലും അതിന് പറ്റിയ ഒരു തർജ്ജമയല്ല. ബ്ലസ്സഡാണ്. അവരിൽ തന്നെ സമ്പന്നരാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണെന്ന് എന്ത് ചെയ്യണം? ടേസ്റ്റ് ആൻഡ് എക്സ്പീരിയൻസ് ഹൗ ഗുഡ് ഈസ് അവർ ഗോഡ്. ടേസ്റ്റ്. അത് കർത്താവ് എത്ര നല്ലവനാണെന്ന് നമ്മൾ ജീവിതം മുഴുവൻ നമ്മളൊന്ന് നോക്കിക്കാണുക. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. അപ്പോൾ ഇത് പറയാനാണ് നമ്മുടെ ദൈവകരുണയുടെ തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, ആഘോഷിക്കുന്നതിൻ്റെ ഉദ്ദേശം. കർത്താവ് നല്ലവനാണെന്ന് നാം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പാടിയത്? ഇപ്പോൾ പാടിയത് യേശു നല്ലവൻ. 40 സങ്കീർത്തനം എടുക്കാവോ? 40 സങ്കീർത്തനം 1 മുതൽ ഉച്ചത്തി വായിക്കാമോ? 40 സങ്കീർത്തനം 1 മുതൽ. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി.
എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പ്പുകളെ സുരക്ഷിതമാക്കി. അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു. നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്രഗീതം പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ. ഇങ്ങനെ ഓർക്കുന്നുണ്ടോ ഈ വചനം എവിടെങ്കിലും? ഇപ്പൊ പാടിയത് അതല്ലേ അതല്ലേ പാടിയത്? പുതിയൊരു പാട്ട് എനിക്ക് തന്നു എൻ കർത്താവിന് സ്തുതികൾ. പിന്നെ എന്താണ്? എൻ്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ. അപ്പോൾ അവിടുന്ന് എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ഇതൊക്കെ എന്തുമാത്രം ആഴമായ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ്. അവിടുന്ന് എന്നെ ഉയർന്ന പാറമേൽ. മറ്റൊരു വചനം പറയുന്നത് എനിക്ക് അപ്രാപ്യമായ പാറമേൽ അവിടുന്ന് എന്നെ കയറ്റി നിർത്തി എന്നാണ്. സങ്കീർത്തനം പറയുകയാണ്, എനിക്ക് അപ്രാപ്യമായ പാറമേൽ, എനിക്ക് പ്രതീക്ഷിക്കാനോ സ്വപ്നം കാണാനോ ആഗ്രഹിക്കാനോ ആവാത്ത പാറമേൽ അവിടുന്ന് എന്നെ കയറ്റി നിർത്തി. അങ്ങനെ പറയുന്നത്, എനിക്ക് അപ്രാപ്യമായ പാറമേൽ അവിടുന്ന് എന്നെ കയറ്റി നിർത്തി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പിന്നെ ഒത്തിരി വചനങ്ങളുണ്ട്. അതായത് സങ്കീർത്തനത്തിൽ ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പതിയേണ്ട വചനം. ഇപ്പോൾ വേറൊരു വചനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വചനം. എന്തറിയാം? ഈ സങ്കീർത്തനത്തിൽ അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അയ്യോ, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. വാത്സല്യം എനിക്ക് എന്തോ ഒരു നല്ല വാക്കാത്. നിങ്ങളെന്നാലും ചെയ്യുക, കഴിഞ്ഞ ഒരു 25 കൊല്ലത്തിനിടയിൽ ഈ വാക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? വാത്സല്യം. നമ്മുടെ പദാനുസൂചികകളിൽ നിന്ന്, നമ്മുടെ ശബ്ദതാരാവലികളിൽ നിന്ന്, നമ്മുടെ നിഘണ്ടുക്കളിൽ നിന്ന് ഊർന്നു പൊക്കൊണ്ടിരിക്കുന്ന വാക്കുകളിൽ ഒന്നാണിത്, വാത്സല്യം. വാത്സല്യം ഇല്ലിപ്പം. അവിടുത്തെ വാത്സല്യം എന്തോ ഒരു നല്ല വാക്കാത്, വാത്സല്യം. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് അപ്രാപ്യമായ പാറമേൽ അവിടുന്ന് എന്നെ കയറ്റി നിർത്തി. അപ്പോൾ അത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരിയുണ്ട്. അതൊന്നും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വിഷയമാവത്തില്ലാത്തത് കൊണ്ട് നോം പിന്മാറുകയാണ്. അതൊന്നല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം നമുക്ക് ദൈവകരുണയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങാണ്. ഫൗസ്റ്റീൻ അമ്മയ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തു. ഫൗസ്റ്റീൻ അമ്മയുടെ ഡയറിയിൽ 180ാമത്തെ ഖണ്ഡികയിൽ എന്താ വെളിപ്പെടുത്തിയത്? ദൈവത്തിൻ്റെ സ്വഭാവം. അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. മറന്നുപോയോ? ദൈവത്തിൻ്റെ സ്വഭാവം 3 കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയത്. 1, ദൈവം പരിശുദ്ധനാണ്. 2, ദൈവം നീതിമാനാണ് അല്ലെങ്കിൽ നല്ലവനാണ്. അത് 2 അങ്ങനെയും പറയാം. റൈച്ചസ് എന്നതിന് നീതിമാനെന്നും പറയാം, നല്ലവനെന്നും പറയാം. റൈച്ചസ് അത് ഞാൻ വിശദീകരിക്കാം. പിന്നീട് 3ാമത്തേത് ദൈവം കരുണയാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ സഭാമക്കളെ പ്രബോധിപ്പിക്കാൻ ഇങ്ങനെ എഴുതിയത്, അങ്ങയുടെ നാമം ദൈവത്തിൻ്റെ നാമം കരുണ. ഹിസ് നെയിം ഈസ് മേഴ്സി. ദൈവത്തിൻ്റെ നാമം കരുണ. പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ നാമം കരുണ. അപ്പോൾ പരിശുദ്ധിയാണ്, നീതിമാനാണ്, പരിശുദ്ധനാണ്, നീതിമാനാണ്, കരുണയാണ് എന്ന് വെളിപ്പെടുത്തി. അപ്പോൾ പരിശുദ്ധിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അവിടുന്ന് പരമപരിശുദ്ധനാണ്. അപ്പോൾ ആ പരിശുദ്ധിയെക്കുറിച്ച് തിരിച്ചറിവുണ്ടായി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മനോഭാവം എന്ന് പറയുന്നത് ഞാൻ പാപിയാണ്. അതൊക്കെ നമ്മൾ ചിന്തിച്ചാണ് അല്ലേ? അപ്പോൾ അനുതാപമാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഫലം. അപ്പോൾ 2ാമത്തേതിലേക്ക് നമുക്ക് കിടക്കാം. ദൈവത്തിൻ്റെ 2ാമത്തെ സ്വഭാവം, അവിടുന്ന് പരിശുദ്ധനാണെന്ന് പറയുമ്പോൾ തന്നെ അതിന് പാരലായി പറയാൻ പറ്റുന്ന മറ്റൊരു ദൈവത്തിൻ്റെ ക്യാരക്ടറാണ്, ആട്രിബ്യൂട്ടാണ് ദൈവം നീതിമാനാണ്. നീതിമാൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്ന വാക്കല്ല, JUST അല്ല. ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് റൈച്ചസ് എന്ന വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന നീതിമാൻ എന്ന വാക്കുമായി അതിന് കാര്യമായ ബന്ധമില്ല. അതിനൊക്കെ അപ്പുറത്താണത്. നീതിമാൻ റൈച്ചസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നല്ലവൻ എന്നൂടെ പറയാൻ പറഞ്ഞു. നല്ലവൻ. റൈച്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? റൈച്ചസ് എന്ന് പറഞ്ഞാൽ, ലിസൺ ടു മീ, റൈച്ചസ് എന്ന് പറഞ്ഞാൽ ഗോഡ് ക്യാൻ ഓൺലി ഡു വാട്ട് ഈസ് റൈറ്റ്. ദൈവം ശരിയായത് മാത്രമേ പ്രവർത്തിക്കൂ. അല്ലെ, ദൈവം പ്രവർത്തിക്കുന്നതെല്ലാം ശരിയാണ്. ഗോഡ് ഡസ് ഓൺലി വാട്ട് ഈസ് റൈറ്റ്. അതാണ് റൈച്ചസിൻ്റെ ഒരർത്ഥം. ദൈവം നീതിമാനാണ് അല്ലെ നല്ലവനാണെന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം, ദൈവത്തിന് നല്ലതേ ചെയ്യാൻ പറ്റൂ, നല്ലതേ ചെയ്യൂ. അതുകൊണ്ടാണ് ഭക്തർ പാടുന്നത്,
ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ. അപ്പം അങ്ങനെ പാടാൻ അവർക്ക് ധൈര്യം കിട്ടുന്നത് ദൈവത്തിന് ദോഷം ചെയ്യാൻ പറ്റില്ല. നമുക്ക് തൽക്കാലത്തേക്ക് വേദനാജനകമെന്ന് തോന്നുന്നതും കാലാന്തരത്തിൽ ദൈവം നന്മയാക്കി മാറ്റും. റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും. അപ്പോൾ ദൈവം വാട്ട് എവർ ഗോഡ് ഡസ് ഈസ് ഗുഡ്, റൈറ്റ്യസ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ദൈവം പരിശുദ്ധനാണെന്ന് പറയുമ്പോൾ ദൈവത്തിന് അശുദ്ധി സമ്മതിക്കാൻ പറ്റില്ല എന്നൊരു വായനയുണ്ടല്ലോ. ദൈവം പരിശുദ്ധനാണ്, അതുകൊണ്ടാണല്ലോ യേശയ്യ കടന്ന് കരഞ്ഞത്, ദൈവമേ ഞാൻ അശുദ്ധനാണ്. അപ്പോൾ അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ വചനം. എന്താണ്? അശുദ്ധമായതൊന്നും മ്ലേച്ഛതയോ കൗടില്യമോ പ്രവർത്തിക്കുന്ന ആരും അവിടെ പ്രവേശിക്കില്ല, അല്ലേ? നിത്യതയിലേക്ക് പ്രവേശിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണത്? ദൈവം പരിശുദ്ധനായതുകൊണ്ട് അശുദ്ധമായത് ഒന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത്, ദൈവം നീതിമാനാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന്, ശ്രദ്ധിക്കുക, നീതിമാനാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന് നന്മ മാത്രമേ ചെയ്യാൻ പറ്റൂ. ദൈവം തിന്മ സമ്മതിക്കില്ല. റൈറ്റ്യസ് എന്നതിൻ്റെ പ്രാക്ടിക്കൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തിന്മയുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. അപ്പോൾ അത് 5-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 5-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം വേഗം വായിക്കുക. സങ്കീർത്തനം Psalms 5:4. 5-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം ഉച്ചത്തിൽ വായിക്കുക. അതായത് ഇങ്ങോട്ട് നോക്കിയേ, ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇപ്പോൾ പത്രം വായിക്കുമ്പോൾ നമുക്ക് വായിക്കാം, എന്താണ്? പെട്രോളിന് വില കൂട്ടി, പിന്നെ സവാളയുടെ വില കൂടി, പിന്നെ അങ്ങനെ എന്താ പത്രം. ബൈബിൾ വായിക്കുന്ന അങ്ങനല്ല. ബൈബിൾ വായിക്കുന്നതിന് എപ്പോഴും ഇത് ഉച്ചസ്ഥായിയിലാണ് വായിക്കേണ്ടത്. ഉച്ചസ്ഥായിയിൽ എന്ന് പറഞ്ഞാൽ ടോൺ, ടെമ്പോ, പിച്ച് ഇതെല്ലാം ഹൈ ആണ് ദൈവവചനം വായിക്കുമ്പോൾ. മറ്റേ പത്രം വായിക്കുമ്പോൾ എല്ലാം ലോയാണ്. എന്താണ് എന്താണ് പത്രത്തിൽ എന്താണെന്നുള്ളത് പത്രം വായിച്ചവർക്കല്ലേ അത് പറയാൻ പറ്റൂ എന്നാണ്. അപ്പോൾ പത്രത്തിൽ വന്നത് നമ്മൾക്ക് അങ്ങനെ വായിച്ചു നമ്മൾ, അല്ലേ? കൊല്ലത്ത് കടലാക്രമണം. അപ്പോൾ ഓക്കെ, കൊല്ലംകാർ പേടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞ കൊല്ലത്ത് കടലാക്രമണം. ഓക്കെ, പക്ഷേ ബൈബിൾ വായിക്കേണ്ട അങ്ങനല്ല, അല്ലേ? കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ, അങ്ങനല്ല. ബൈബിൾ വായിക്കുമ്പോൾ ഇത് ദൈവവചനം ആയതുകൊണ്ട് തന്നെ ടോൺ, ടെമ്പോ, പിച്ച് ഒക്കെ മേളിലാണ്. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. അത് ചില ആളുകൾ ഇപ്പോൾ കൺവെൻഷനൊക്കെ വായിക്കാൻ പറയുമ്പോൾ ചിലരങ്ങോട്ട് ഏറ്റവും പുറകിൽ നിന്നായിരിക്കും വായിക്കുന്നത്, പക്ഷെ നമുക്കത് സ്റ്റേജിൽ കേൾക്കാൻ പറ്റും. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെ വായിച്ച് പഠിക്കണം, അങ്ങനെ വായിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യണം. ഉച്ചത്തിൽ ഉയർന്ന നിലവാരത്തിൽ വായിക്കേണ്ട വചനമാണ് ദൈവവചനം. അപ്പം അതുകൊണ്ട് അങ്ങനെ വായിക്കാം. എന്താ വായിക്കാൻ പറഞ്ഞത്? അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല. അപ്പോൾ ഒന്നുകൂടെ ഉറക്കെ വായിക്കാം. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല. അപ്പോൾ അതാണ് ഈ റൈച്ചസ് എന്ന് പറഞ്ഞാലുള്ള കാര്യം. നീതിമാനായതുകൊണ്ട് തിന്മ സമ്മതിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നീതിമാനായതുകൊണ്ട് തിന്മയുമായിട്ടൊരു ടോളറൻസ് ഇല്ല, തിന്മയുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. അപ്പോൾ ഇത് വചനം ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. ഇനി വേറൊരു വചനം വായിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം എടുക്കാം. പ്രഭാഷകൻ സിറാഖ് 15. പ്രഭാഷകന്റെ പുസ്തകം 15-ലും ഇതേ ആശയം പറയുന്നുണ്ട്. 15-ല് പ്രഭാഷകൻ 15-ല് 13-ാമത്തെ വാക്യം 13. സിറാഖ് 15:13. എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു, അവിടുത്തെ ഭക്തരും. ഇവിടെ എന്താ പറഞ്ഞേ? അതായത് ഗോഡ് ഹെയ്റ്റ്സ് എവറി അബോമിനേഷൻ, ഗോഡ് ഹെയ്റ്റ്സ് എവറിത്തിങ് ദാറ്റ് ഈസ് സിൻ. ഇതാണ് റൈച്ചസ് എന്നതിൻ്റെ പാഠം. നീതിമാനായതുകൊണ്ട്, നല്ലവനായതുകൊണ്ട് തിന്മ സമ്മതിക്കാൻ പറ്റില്ല, തിന്മയുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്,
കർത്താവ് എല്ലാ മ്ലേച്ഛതകളും വെറുക്കുന്നു, അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല. മറ്റൊരു വചനം വായിക്കാം. ഹബക്കൂക്കിൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഹബക്കൂക്ക്, അങ്ങനെ പുസ്തകം കേട്ടിട്ടുണ്ടോ? ഫെവിക്യൂക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അതല്ല ഇത്. ഹബക്കൂക്കിൻ്റെ പുസ്തകം 1-ാം അധ്യായം, അത് മത്തായി മുതൽ പുറകോട്ട് മറിച്ചാൽ മതി, എന്നാൽ വേഗം കിട്ടും. അല്ല ഉൽപ്പത്തി മുതൽ മറിച്ചാലൊന്നും അത് ഒരിക്കലും കിട്ടാൻ പോകണില്ല ചേച്ചി. അപ്പോൾ മത്തായി മുതൽ പുറകോട്ട് മറിക്കും, വേഗം കിട്ടും. ഹബക്കൂക്ക് വേഗം എടുത്തേ. കിട്ടിയോ? കിട്ടിയോ? എന്നാ വായിച്ചേ. ഹബക്കൂക്ക് 1:13 അവർക്ക് വായിച്ചേ. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം. ബൈബിൾ ഇല്ലാത്തവർ ആ സ്ക്രീനിലോട്ടൊന്ന് നോക്കിയേ. അങ്ങനെങ്കിലും ഒരു ജോലി ചെയ്തേ, നിങ്ങൾ വെറുതെ ഇരിക്കാതെ. നിങ്ങൾ അങ്ങനെങ്കിലും ഒരു ജോലി ചെയ്തേ. ആ സ്ക്രീനെ നോക്കി ഒന്ന് ഉറക്കെ വായിച്ചേ. അല്ലാത്തവർ ബൈബിൾ നോക്കി വായിച്ചേ. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ, അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങയ്ക്ക് കഴിയില്ല. കണ്ടോ, അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ ആവാത്ത വിധം പരിശുദ്ധമാണല്ലോ, അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങയ്ക്ക് കഴിയുകയില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇനി ഒത്തിരി വചനം എടുക്കാൻ നേരമില്ലാത്തതുകൊണ്ട് അവിടെ നിർത്താം നമുക്ക്. അതായത് ദൈവം 1 പരിശുദ്ധൻ, 2 നീതിമാൻ അല്ലെങ്കിൽ നല്ലവൻ. അപ്പം നല്ലവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തിന്മ സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് ആട്രിബ്യൂട്ടുകൾ ഇനി എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, ഒറ്റ ശ്രദ്ധ ഇങ്ങോട്ട് മാത്രം. ഇപ്പോൾ നമുക്ക് എന്താ മനസ്സിലായേ? നമ്മൾ ആരാധിക്കുന്ന ദൈവം. നിന്നോട് ചോദിക്കുകയാണ് ക്രിസ്ത്യാനി, നിന്നോട് ലോകം ചോദിക്കുന്നു, വാട്ട് ഈസ് ദ ക്യാരക്ടർ ഓഫ് ദ ഗോഡ് യു വർഷിപ്പ്? നീ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ഉത്തരം, ഞാൻ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ്, നീതിമാനാണ്. ഈശോ പിതാവിനെ വിളിച്ചത് പരിശുദ്ധനായ പിതാവ്. യോഹന്നാൻ 17 പിന്നെ വായിച്ചാൽ മതി. പരിശുദ്ധനായ പിതാവേ, നീതിമാനായ പിതാവേ എന്നാണ്. അപ്പോൾ പരിശുദ്ധനും നീതിമാനുമായ ദൈവം, ആ ദൈവത്തിൻ്റെ സ്വഭാവം ഇപ്പോൾ നമുക്ക് മനസ്സിലായോ? മനസ്സിലായപ്പോൾ ഇപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഒന്ന്, ദൈവത്തിന് അശുദ്ധി സമ്മതിക്കാൻ പറ്റില്ല, അശുദ്ധിക്ക് ദൈവസന്നിധി പ്രവേശനമില്ല. 2, ദൈവത്തിന് തിന്മയുമായിട്ട് ഒത്തുപോകാനും പറ്റില്ല. ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു തിയോളജിക്കൽ പ്രശ്നം, ദൈവശാസ്ത്രപരമായൊരു പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി മനുഷ്യൻ എങ്ങനെ ദൈവസന്നിധിയിലെത്തും? മനുഷ്യൻ എങ്ങനെ ദൈവത്തെ സമീപിക്കാൻ പറ്റും? ദൈവത്തെ സമീപിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിൻ്റെ ക്യാരക്ടർ, ദൈവം പരിശുദ്ധനാണ്, ദൈവം നീതിമാനാണ്. അതുകൊണ്ട് പരിശുദ്ധനും നീതിമാനുമായ ദൈവം, ദൈവകരുണയുടെ ഫൗണ്ടേഷൻ ഞാൻ പറയാൻ പോവാണ്. പരിശുദ്ധനും നീതിമാനുമായ ദൈവം സാരമില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചിട്ട് വൈറ്റ് വാഷ് ചെയ്ത് അകത്തോട്ട് കയറ്റിയില്ല. പരിശുദ്ധനും നീതിമാനുമായ ദൈവത്തിന് തിന്മ സമ്മതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? തിന്മയ്ക്ക് സോളിഡായ ഒരു പരിഹാരം ചെയ്താൽ മാത്രമേ തിന്മ നിറഞ്ഞ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയൂ എന്ന് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവം തിരിച്ചറിയുമ്പോൾ ആ പരിഹാരം ചെയ്യാൻ ദൈവം തന്നെ മുൻകൈ എടുക്കുന്നു. ദൈവകരുണയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. അതായത് നമ്മെ നീതീകരിക്കാനും, ഈ വാക്ക് ഓർത്തിരിക്കുക, നമ്മെ നീതീകരിക്കാനും വിശുദ്ധീകരിക്കാനും ഒരു വാക്കുകളുണ്ട്, മഹത്വീകരിക്കാനും. ഈ 3 വാക്കുകളാണ് രക്ഷയുടെ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ. നമ്മെ നീതീകരിക്കാനും വിശുദ്ധീകരിക്കാനും മഹത്വീകരിക്കാനും. മനസ്സിലായോ? അതായത് ടു ജസ്റ്റിഫൈ, ടു സാങ്ക്ടിഫൈ, ടു ഗ്ലോറിഫൈ. നമ്മെ നീതീകരിക്കാനും വിശുദ്ധീകരിക്കാനും മഹത്വീകരിക്കാനുമായിട്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം ഇനിഷ്യേറ്റീവ് എടുത്തു. ഗോഡ് ഹാസ് ടേക്കൺ ദ ഇനിഷ്യേറ്റീവ്. നമ്മളല്ല എടുത്തത്, മുൻകൈ എടുത്തത് ദൈവം മുൻകൈ എടുത്തു. അപ്പോൾ ഈ ദൈവം പാപികളായ നമ്മെ അവിടുത്തെ പരിശുദ്ധിയിലേക്ക് പങ്കുകാരാക്കാൻ ദൈവം മുൻകൈ എടുത്തതാണ് ദൈവകരുണയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ദൈവം മുൻകൈ എടുത്തിട്ട് ഗോഡ് ഹാസ് ടേക്കൺ ദ ഇനിഷ്യേറ്റീവ്. ദൈവം എന്ത് ചെയ്തു? ദൈവം മനുഷ്യനായി അവതരിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ചില ആളുകളുടെ മനസ്സിൽ ഒരു പ്രശ്നമുണ്ട്. എന്താ? പുത്രൻ വന്നു, പരിഹാരം ചെയ്തു, പിതാവിനെ പ്രസാദിപ്പിച്ചു, പിതാവിൻ്റെ കോപം അടങ്ങി. അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. അതായത് എന്താണ്? പുത്രൻ പരിഹാരം ചെയ്തു, പിതാവ് പരിഹാരം സ്വീകരിച്ചു, പുത്രൻ പിതാവിൻ്റെ മുമ്പിൽ ഈ തൻ്റെ പരിഹാരം കാഴ്ചവെക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? ഇത് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് ചിലർക്ക്, ഇത് ദഹിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടാണ്.
എന്നോട് പലരും ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് ദഹിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താ? ഇത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ആർക്കാണെന്നറിയാമോ? പിതാവും പുത്രനും രണ്ടാണെന്ന് ചിന്തിക്കുന്നവർക്കാണ് ഇത് ദഹിക്കാൻ ബുദ്ധിമുട്ട്. പുത്രനൊരു കാര്യം ചെയ്യുന്നു, പിതാവ് അത് സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആർക്കാണ്? പിതാവും പുത്രനും രണ്ട് വേറിട്ട വ്യക്തികളാണെന്ന് ചിന്തിക്കുന്നവർക്കാണ് ഈ ബുദ്ധിമുട്ട്. ഈ പിതാവും പുത്രനും ഒന്നല്ലേ? പുത്രൻ ചെയ്തു എന്ന് പറഞ്ഞാൽ പിതാവ് ചെയ്തു എന്നല്ലേ എൻ്റെ അർത്ഥം. പുത്രൻ കുരിശെ കിടന്നെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പിതാവ് തന്നെ മനുഷ്യന് വേണ്ടി പരിഹാരം ചെയ്തെന്നല്ലേ എൻ്റെ അർത്ഥം. ഇത് ഒന്നല്ലേ? ഒരു ദൈവമല്ലേ? അപ്പോൾ ഗോഡ് ഹാസ് ടേക്കൺ ദ ഇനിഷ്യേറ്റീവ്. ദൈവം നമ്മെ രക്ഷിക്കാൻ വേണ്ടി മുൻകൈ എടുത്തിട്ട് ഗോഡ് ഹാസ് പെയ്ഡ് ദ പ്രൈസ്, ഹി ഹാസ് പെയ്ഡ് ദ റാൻസം. അവൻ മോചനദ്രവ്യം കൊടുത്ത് നമ്മെ വീണ്ടെടുത്തു. അതിൽ ലളിതമായ കാര്യങ്ങളായത് ഞാൻ രക്ഷയെക്കുറിച്ച് പിന്നീട് നാളെ ദൈവം അനുവദിച്ചാൽ വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ ഈ ദൈവം എന്ത് ചെയ്തു? ഗോഡ് ഹാസ് ടേക്കൺ ദ ഇനിഷ്യേറ്റീവ്, ഗോഡ് ഹാസ് റിഡീംഡ് us ഫ്രം ദ ക്ലച്ചസ് ഓഫ് സിൻ. പാപത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. പുത്രൻ്റെ രക്തം പുത്രൻ കൊടുത്ത് നമ്മെ വീണ്ടെടുത്തു. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? എന്നിട്ട് പുത്രൻ പറഞ്ഞു, പാപികളായ നിങ്ങളെ നീതീകരിക്കാനും വിശുദ്ധീകരിക്കാനുമായിട്ടുള്ള മോചനദ്രവ്യം ഞാൻ കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ നിങ്ങൾക്ക് പകരം ഇത് ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഈ പരിഹാര ബലിയുടെ യോഗ്യത ഒഴുകും. ഇത്രയും ചെയ്താൽ മതി. മനുഷ്യൻ എന്താ ചെയ്യണ്ടേ? വി പുട്ട് അവർ ഹാർട്ട് ഇൻ ടു ദ തിങ്സ് ഗോഡ് ഹാസ് ഡൺ ഫോർ അസ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തെ അങ്ങ് വെച്ചാൽ മതി. അതായത് എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന് പറയുന്നത് ഒരു സമ്മതമാണ്. ഞാൻ എന്താ പറഞ്ഞേ? വിശ്വാസം എന്ന് പറയുന്നത് ഒരു സമ്മതമാണ് അല്ലേ? God has redeemed me on the cross. He has paid the price of my sin എന്ന് പറയുമ്പോൾ, ദൈവം എന്നെ കുരിശിൽ വീണ്ടെടുത്തു എന്നും എനിക്ക് വേണ്ടി വില കൊടുത്തു എന്നും പറയുമ്പോൾ ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ആ സമ്മതമാണ് എൻ്റെ വിശ്വാസം. ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്ക് വേണ്ടി, എനിക്ക് പകരം. ഞാനത് കർത്താവ് അനുവദിച്ചാൽ നാളെ അത് ഞാൻ അടുക്കും ചിട്ടയോടും വിശദീകരിക്കാം. എന്താ ഈ യേശു നമ്മളെ രക്ഷിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ അതിൻ്റെ പ്രാരംഭമായിട്ട് ഇത്രയും കാര്യം മനസ്സിലാക്കുക. കർത്താവ് എന്നെ വീണ്ടെടുത്തു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നോ നിങ്ങൾ? എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയാം? ഞാനൊരു 8 കൊല്ലം എടുത്തു ഇത് മനസ്സിലാക്കാൻ. 8 വർഷം എടുത്താണ് എനിക്ക് മനസ്സിലായത് യഥാർത്ഥത്തിൽ നമുക്കൊരു ദൈവാനുഭവത്തിൻ്റെ അഭാവം, ദൈവാനുഭവം ഇല്ലാത്തതിൻ്റെ എല്ലാം കാരണമെന്ന് പറയുന്നത് ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 8 years ഫോർ മീ ടു റിയലൈസ് ദിസ് ട്രൂത്ത്. അതായത് നമുക്കിതൊന്നും അനുഭവിക്കാൻ പറ്റാത്തത് യഥാർത്ഥത്തിൽ നമുക്കിതിലൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കണ്ടേ? വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു അചഞ്ചലമായ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് നമ്മെ വീണ്ടെടുത്തു, എനിക്ക് പകരം യേശു കുരിശിൽ മരിച്ചു. ഇത് നമ്മൾ വിശ്വസിക്കുമ്പോൾ നീ എത്ര കൊടും പാപിയാണെങ്കിലും, എത്ര അഗാധമായ തിന്മയുടെ അടിയിലേക്ക് പോയ ഒരാളാണെങ്കിലും, നിന്നിലേക്ക് ഒഴുകുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പേരാണ് കരുണ. ഇവിടെയാണ് മൂന്നാമത്തെ ഡയമെൻഷൻ. ദൈവം കരുണയാണ്. മനസ്സിലായി? ഹല്ലേലൂയ. കരുണയിലല്ല ബൈബിൾ തുടങ്ങുന്നത്. ബൈബിൾ തുടങ്ങുന്നത് ദൈവം കരുണയാണെന്ന് പറഞ്ഞിട്ടല്ല. അതായത് കരുണയെ പ്ലേസ് ചെയ്യണമെങ്കിൽ ഗോഡ് ഈസ് ഹോളി, ഗോഡ് ഈസ് റൈച്ചസ് എന്ന് പറയുന്ന ക്യാൻവാസിലെ ദൈവത്തിൻ്റെ കരുണ എന്ന ചിത്രം വരയ്ക്കാൻ പറ്റൂ. മനസ്സിലാവുന്നോ? അതായത് ഇത് ദൈവം, അതായത് എന്തുകൊണ്ടാണ് ഈ കരുണ നമ്മുടെ മേൽ ദൈവം എന്തുകൊണ്ടാണ് അത് കരുണയാവുന്നത്? അല്ലെങ്കിൽ ഒരിക്കലും ഡാനിയേൽ അച്ഛൻ സ്വർഗത്തിൽ എത്തില്ല. ഈ കരുണയില്ലെങ്കിൽ ഞാനോ നിങ്ങളോ നിത്യതയിൽ എത്തില്ല. എന്താ സുവിശേഷം? നിത്യതയിലെത്താൻ സ്വാഭാവിക ശക്തി കൊണ്ട് നിത്യതയിലെത്താൻ സാധിക്കാത്തൊരു ജനതയോട് സുവിശേഷം പറയുന്നു, നിങ്ങൾ യേശു ചെയ്ത രക്ഷാകര പ്രവൃത്തിയിൽ വിശ്വസിച്ചാൽ നിങ്ങൾ നിത്യതയിലെത്തും. അപ്പാർട്ട് ഫ്രം എവറിത്തിങ് ദാറ്റ് യു ഹാവ് ഡൺ. മനസ്സിലായോ? അതായത് ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രവൃത്തികളും തെറ്റായിരിക്കെ തന്നെ നിങ്ങൾ അനുദപിച്ച് യേശുവിൽ വിശ്വസിക്കുമ്പോൾ നിത്യതയിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ കരുണ. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ദൈവത്തിൻ്റെ കരുണ. അപ്പം അതുകൊണ്ട് ദൈവം ലോകത്തോട്, ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ഇതിൻ്റെ കുറച്ച് ചരിത്രം പറയാൻ പോവാണ്. ദൈവം ലോകത്തോട് പറയാൻ ശ്രമിക്കുകയാണ്, മക്കളെ ഞാൻ നല്ലവനാണ്. നല്ലവനാണെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പരിശുദ്ധനാണ്, നീതിമാനാണ്,
ആ പരിശുദ്ധനും നീതിമാനുമായ എനിക്ക് തിന്മ സമ്മതിക്കാൻ പറ്റില്ല, ആ തിന്മ എന്നോടൊത്ത് വസിക്കില്ല. പക്ഷേ നിങ്ങൾ തിന്മ നിറഞ്ഞ ഒരു ലോകത്തിൽ ജീവിക്കുമ്പോഴും നിങ്ങൾ എൻ്റെ മക്കളായതുകൊണ്ട് നിങ്ങളെ എന്നോടുകൂടെ പാർപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ എന്ത് ചെയ്തു? ഐ ടുക്ക് ദ ഇനിഷ്യേറ്റീവ്. ഞാൻ മുൻകൈ എടുത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ച്, ഞാൻ നിങ്ങളുടെ പാപം കുരിശിൽ ഏറ്റെടുത്ത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകരം കുരിശിൽ ബലിയായി മാറിയിട്ട് നിങ്ങളോട് ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾ ഞാൻ ചെയ്ത ഈ നീതിയുടെ പ്രവൃത്തിയിൽ, സീറോ മലബാർ കുർബാന അങ്ങനെ ഒരു വാക്കുണ്ട്, ഞങ്ങളെ അങ്ങയുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ, അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ നീതിയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ഏറ്റെടുത്ത് നിങ്ങളെ നീതീകരിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ വിശ്വസിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, മക്കളെ ഞാൻ നല്ലവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ ഈ രക്ഷയുടെ ചരിത്രത്തിൻ്റെ ആരംഭഘട്ടം മുതൽ പിശാച് എന്താ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവം നല്ലവനല്ല. സാത്താന് ലോകത്തോട് പറയാൻ ഒരൊറ്റ കാര്യമുള്ളൂ, ദൈവം നല്ലവനല്ല. ഇതാണ് നാഴികയ്ക്ക് 40 വട്ടം സാത്താൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദൈവം നല്ലവനല്ല. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് മതബോധന ഗ്രന്ഥത്തിൻ്റെ 397 ഖണ്ഡികയിൽ പറയുന്നുണ്ട്, ആദി പാപം ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ വിശ്വാസത്തിന്, മലയാളത്തിൽ വിശ്വാസത്തിനെന്നാണ്, പക്ഷേ ഇംഗ്ലീഷിൽ ട്രസ്റ്റ് എന്നാണ്, ആ ട്രസ്റ്റിനെ കളങ്കപ്പെടുത്തി. നിങ്ങൾ ദൈവകരുണയാണ് ഞാൻ വിശദീകരിക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ പോകുന്ന വഴിക്ക് തന്നെ നിങ്ങൾ വരണം. അപ്പോൾ ഏദൻ തോട്ടത്തിൽ വെച്ച് പിശാച് ചെയ്ത പ്രവൃത്തി എന്താ? ദൈവം നല്ലവനായിരിക്കെ, ദൈവം നല്ലവനായിട്ട് ദൈവം തൻ്റെ മക്കളെ നല്ലവനായി തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കെ പിശാച് വന്നിട്ടൊരു നുണ പറഞ്ഞു, ദൈവം നല്ലവനല്ല. ദൈവം എന്താ പറഞ്ഞിട്ടുള്ളത്? ആദം പറഞ്ഞു, ഹവ്വ പറഞ്ഞു, എല്ലാം തിന്നാം, തോട്ടത്തിൻ്റെ നടുവിലെ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും. സാത്താൻ പറഞ്ഞു, നോ, നിങ്ങൾ മരിക്കില്ല, നിങ്ങൾ ദൈവത്തെ പോലാകും. അപ്പൊ സാത്താൻ പറഞ്ഞത് വിശ്വസിക്കുമ്പോൾ ദൈവം പറഞ്ഞത് നുണയാണെന്നല്ലേ അവർ വിശ്വസിച്ചത്? സാത്താൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുമ്പോൾ ദൈവം പറഞ്ഞത് നുണയാണെന്ന് അവർ വിശ്വസിച്ചു. അപ്പോൾ അവരുടെ മനസ്സിൽ രൂപപ്പെട്ടത്, കാറ്റഗിസം പറയുന്നു, എ ഡിസ്റ്റോർട്ടഡ് പിക്ചർ ഓഫ് ഗോഡ് ഹു ഈസ് ഗുഡ്. നല്ലവനായ ദൈവത്തെക്കുറിച്ച് ഒരു ഡിസ്റ്റോർട്ടഡായ, ഒരു വൈകൃതമായ, ഒരു വികലമായ ചിത്രം അവരുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടു. ഇത് എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ ഈ ചിത്രമുണ്ട്. എന്താണ്? ദൈവം നല്ലവനൊന്നും അല്ല. എല്ലാ മനുഷ്യൻ്റെ ആദി പാപത്തിൻ്റെ ഫലമായി എല്ലാ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈ ഒരു ബോധ്യം കിടപ്പുണ്ട്, ദൈവം നല്ലവനൊന്നും അല്ല. ഇത് സാത്താൻ വിതച്ച ഒരു നുണയാണ്. എന്താണ്? ദൈവം നല്ലവന. അപ്പോൾ ഡിസ്റ്റോർട്ടഡ് പിക്ചറാണ്. അതുകൊണ്ടാണ് കരുണയുടെ ചിത്രം വരച്ചിട്ട് ഈശോ അതിനകത്ത് എഴുതി വെക്കാൻ പറഞ്ഞത്, ജീസസ് ഐ ട്രസ്റ്റ്. ഞാൻ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുക? ശരണപ്പെടുന്നു, നീ നല്ലവനാണ്. കരുണയുടെ ചിത്രത്തെ വണങ്ങുന്ന ഒരാള് ഈശോയോട് പറയുന്നത് എന്താണെന്നറിയാമോ? നീ നല്ലവനാണെന്ന് സാത്താൻ പറഞ്ഞ നുണ ഞാൻ വിശ്വസിക്കുന്നില്ല, നീ നല്ലവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഡീപ്പായ റെപ്പർക്കഷൻസ് ഉണ്ട് ഈ എഴുതി വെച്ചിരിക്കുന്നതിനകത്ത്. ഈ ഏദൻ തോട്ടത്തിലെ നുണയെ തല്ലിക്കെടുത്തുന്നതാണ് കരുണയുടെ ചിത്രത്തിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകം. ഏദൻ തോട്ടത്തിലെ നുണയെ തല്ലിക്കൊല്ലുന്നതാണ്. അതുകൊണ്ട് എത്ര തവണ അത് ആവർത്തിച്ചാലും നമ്മളെ തെറ്റിലേക്ക് നയിച്ച സാത്താൻ്റെ മുഖത്ത് നോക്കി നമ്മൾ അവനെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഈ കരുണയുടെ ചിത്രത്തിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വി ട്രസ്റ്റ് യു. നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു, സാത്താനെ അല്ല. പറഞ്ഞേ ഹല്ലേലൂയ. സാത്താൻ പറഞ്ഞ നുണകളിലല്ല, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ പറഞ്ഞാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഛായാചിത്രം വണങ്ങാനും ഇത് ഏറ്റുപറയാനും ഒക്കെ ഈശോ ആവശ്യപ്പെട്ടത്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ, തിരുജലമേ, ഐ ട്രസ്റ്റ് ഇൻ യു. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയട്ടെ, ഈ ഒരൊറ്റ വാചകത്തിന് നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാൻ പറ്റും. ഈ ഒരൊറ്റ വാചകത്തിന് ഒരു സംശയമില്ല. ഞാൻ കർത്താവിൻ്റെ ആൾത്താരിൽ നിന്നാണ് പറയുന്നത്. അതായത് ഈ ഒരൊറ്റ
വാചകത്തിന് നിങ്ങൾ എന്താ പിന്നെ വാട്ട് എവർ മേ യുവർ പാസ്റ്റ് ബി, നിങ്ങളുടെ ഭൂതകാലം എന്താണെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കേ, കുരിശിലെ കള്ളൻ എന്നാ ചെയ്തിട്ടാ സ്വർഗത്തിൽ പോയെ? എന്ത് ചെയ്തിട്ടാ? അയാളുടെ ജീവിതത്തിൽ പാപം അല്ലാതെ വേറെ ഒന്നുമില്ല. അയാളാകെ ചെയ്തത് താവേ ഐ ട്രസ്റ്റ് ഇൻ യു, അത്രേ ഉള്ളൂ. ഇയാൾ ഇത്ര മാത്രമേ അയാൾ ചെയ്തുള്ളൂ. മറ്റേ ആള് കുറ്റപ്പെടുത്തിക്കൊണ്ട്, കുരിശേ കിടന്ന മറ്റേ കള്ളൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴെല്ലാം ഇയാൾ പറഞ്ഞു, നീ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, നമ്മൾ തെറ്റ് ചെയ്തിട്ടാണ് സഹിക്കുന്നത്, ഇവൻ നീതിമാനാണ്. കർത്താവേ, നീ നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണേ, ഐ ട്രസ്റ്റ് ഇൻ യു. ഓ, അപ്പൊ തന്നെ പറഞ്ഞു, നീ എൻ്റെ കൂടെ ഇന്ന് പറുദീസയിലായിരിക്കും. നിങ്ങളെ നനച്ചിരിക്കുക, സ്വർഗത്തിൽ പോകാനുള്ള വഴി ഭയങ്കര എളുപ്പമുള്ളതാക്കിയ സുവിശേഷത്തിന്റെ പേരാണ് ദൈവകരുണ. പെട്ടെന്ന് ദൈവകരുണ. അതുകൊണ്ടാ പൗസ്റ്റീനാമയിലൂടെ ഈശോ പറഞ്ഞത്, നിങ്ങൾ ഇപ്പോൾ എൻ്റെ കരുണയുടെ വാതിലിലൂടെ കടന്നു പോകുന്നില്ലെങ്കിൽ എൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും. ഒരു ഓപ്പൺ ഡോറ് കിടക്കാണ് ലോകത്തിന് രക്ഷ പ്രാപിക്കാൻ, ആത്മാക്കൾക്ക് മോചനം പ്രാപിക്കാൻ, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ, മരണം വരെ. ഇത് വിശ്വസിക്കുക, അവനെ ശരണപ്പെടുക. ഈശോയെ, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. അപ്പോൾ ഈ ഡിസ്റ്റോർട്ടഡ് പിക്ചർ ഓഫ് ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ള വികലമായ ചിത്രം, അതെന്താണ്? ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ട്രസ്റ്റ് ചെയ്യാൻ കൊള്ളത്തില്ല എന്നാൽ നമ്മൾ ആവർത്തിച്ച് പറയുകയാണ്, ദൈവമേ ഞാനെങ്കിൽ ശരണപ്പെടുന്നു. അപ്പോൾ ഈ സഭയുടെ ചരിത്രം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു യാത്ര നമ്മൾ സഭാചരിത്രത്തിൽ കൂടെ നടത്തിയാൽ, സഭയുടെ ചരിത്രത്തിൽ പാവം ദൈവം ഓരോ മനുഷ്യരെ തിരഞ്ഞെടുത്തിട്ട് അഭിഷേകം ചെയ്തിട്ട് ലോകത്തോട് പറയാണ്, നിങ്ങൾ എന്നെ വിശ്വസിക്കുക, ഞാൻ നല്ലവനാണ്, എന്നെ വിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ പാവം ദൈവം, ദ ഹോൾ ഹിസ്റ്ററി ഓഫ് ദ ചേർച്ച് ഈസ് ഗോഡ്സ് അറ്റംപ്റ്റ് ടു കൺവിൻസ് ഹിസ് പീപ്പിൾ ദാറ്റ് ഹി ഈസ് ഗുഡ്. സഭയുടെ കഴിഞ്ഞ 2000 വർഷത്തെ തിരുസഭയുടെ ചരിത്രം മുഴുവൻ ദൈവത്തിൻ്റെ അശ്രാന്ത പരിശ്രമമാണ്, ദൈവത്തിൻ്റെ ക്ഷീണമില്ലാത്ത പരിശ്രമമാണ് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഞാൻ നല്ലവനാണ്. ഐ ആം ദ ഗോഡ് ഹൂം യു ക്യാൻ ട്രസ്റ്റ്. ഇതിന് സഭയിൽ ഒത്തിരി, അപ്പോൾ ഇത് ഉണ്ടാവാനായിട്ടുണ്ടായ ഒരു പശ്ചാത്തലം ഞാൻ നിങ്ങളോട് പറയാം. അതായത് സഭയിൽ ഈ ഇരുണ്ട കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പാഷണ്ഡത, അനേകം പാഷണ്ഡതകളിലൂടെയാണ്. എന്നെ ശ്രദ്ധിക്കാവോ, സഭയെ നശിപ്പിക്കാൻ സാത്താൻ ശ്രമിച്ചത് പല തരത്തിലാണ്. ഒന്നാമതായിട്ട് സഭയെ നശിപ്പിക്കാൻ സാത്താൻ ശ്രമിച്ചത് എങ്ങനെയെന്നറിയാമോ? പീഡനങ്ങളിലൂടെയാണ്. അതാണ് ആദിമസഭയിലെ പീഡനങ്ങൾ. സഭയെ നശിപ്പിക്കാൻ സാത്താൻ ഉപയോഗിച്ച ആദ്യത്തെ ആയുധമായിരുന്നു ഉഗ്രമായ പീഡനങ്ങൾ. പക്ഷെ ദൈവം അത് അനുവദിച്ചു കൊടുത്തു. കാരണം എന്താണ്? ഓരോ തുള്ളി രക്തസാക്ഷിയുടെ ചോര വീഴുമ്പോഴും സഭ ശക്തിയോടെ തഴച്ച് വളർന്നുകൊണ്ടിരുന്നു. സഭയെ ആഴമായ ഉറപ്പുള്ള ഒരു അടിത്തറമേൽ പണിതുയർത്തുന്നതിന് ദൈവം കണ്ടെത്തിയ വഴിയായിരുന്നു പീഡനങ്ങൾ അനുവദിക്കുക എന്നുള്ളത്. അപ്പോൾ അത് പീഡനങ്ങൾ വന്നപ്പോൾ നിങ്ങൾ വിചാരിക്കരുത്, എന്തിനാണ് ദൈവം ഇത്രയും മനുഷ്യരെ സഹിക്കാൻ വിട്ടുകൊടുത്തതെന്ന്. നിങ്ങൾ രക്തസാക്ഷികളുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും എളുപ്പത്തിന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്, ലിബിയയിലെ മത്സ്യബന്ധന തൊഴിലാളികളുടെ കഴുത്തിന് ജിഹാദി ജോൺ കത്തിവെച്ചിട്ട് യേശുവിനെ തള്ളിപ്പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടതാണെങ്കിൽ യൂട്യൂബിൽ കയറി വെറുതെ എടുത്തു നോക്കിയോ. ആ 21 ചെറുപ്പക്കാരുടെ, മത്സ്യബന്ധന തൊഴിലാളികളാണ്, 21 ചെറുപ്പക്കാരുടെ മുഖത്തും പരിഭ്രമമില്ല, ഭയമില്ല, നിരാശയില്ല, ദുഃഖമില്ല. അവർ നിൽക്കുന്നത് എങ്ങനെയെന്നറിയോ? ധൈര്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. രക്തസാക്ഷി ആവാൻ ദൈവം ഒരാൾക്ക് വിളി കൊടുത്താൽ ദൈവം ചെയ്യുന്നത് എന്തെന്നറിയാമോ? രക്തസാക്ഷിത്വത്തെ ഭയക്കാതിരിക്കാനുള്ള ധൈര്യം കൊടുത്തിട്ട് രക്തസാക്ഷിയാവാൻ വിടൂ. മനസ്സിലാവുന്നുണ്ട്? അതായത് രക്തസാക്ഷി ആവാൻ ദൈവം ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കൊടുക്കുന്നത് രക്തസാക്ഷിത്വമല്ല, ആദ്യം കൊടുക്കുന്നത് മരണത്തെ ഭയമില്ലാത്ത ധൈര്യമാണ്. മനസ്സിലായി? അവർ രക്തസാക്ഷിയാവാൻ ഇങ്ങനെ ഊഴങ്കാത്ത് നിൽക്കുകയായിരിക്കും. അതുകൊണ്ട് സാദിമ സഭയ്ക്ക് ദൈവം എന്തെന്നറിയാമോ? ഈ സാത്താൻ രക്തസാക്ഷി മരണമെന്ന് പറയുന്ന വിഷവിത്ത് വിതച്ചുകൊണ്ട് സാത്താൻ അവൻ്റെ രംഗകേളി കൊട്ടിയാടിയപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം ഈ ആദിമ സഭയ്ക്ക് അഗാധമായ വിശ്വാസവും അസാധാരണമായ ധൈര്യവും കൊടുത്തിട്ട് സാത്താനെ നേരെ നിർത്തിയിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ പീഡിപ്പിച്ചാലോ നശിപ്പിക്കാൻ ശ്രമിച്ചാലോ കൊന്നാലോ ചോരയിട്ടിച്ചാലോ യേശുവിലുള്ള വിശ്വാസം അന്യം നിൽക്കില്ല എന്ന് സാത്താനെ ദൈവം ബോധ്യപ്പെടുത്തി.
അതുകൊണ്ടാണ് അവരെ പീഡിപ്പിച്ച ആ സാമ്രാജ്യത്തിൽ തന്നെ കത്തോലിക്ക തിരുസഭയുടെ ആസ്ഥാനം ഉറപ്പിച്ച ഒരു കസേരയിട്ട് മാർപ്പാപ്പ ഇരുത്തിയിട്ട് ദൈവം സാത്താനോട് പറഞ്ഞു, നീ നശിപ്പിക്കാൻ ശ്രമിച്ചെടുത്ത് ഞാൻ എൻ്റെ സ്ഥാനപതിക്ക് ആസ്ഥാന കാലിയാരെ ഒരുക്കി ഞാൻ അവിടെ നട്ടു വളർത്തും. പറഞ്ഞേ ഹല്ലേലൂയാ. സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ഒന്ന് പീഡന, രണ്ടാമതായിട്ട് രണ്ടാം ഘട്ടം എന്ന് പറയും ദുരുപദേശങ്ങളിലൂടെയാണ്, പാഷണ്ഡതകളിലൂടെ. അതാണ് സെക്കൻഡ് സ്റ്റേജ്, പാഷണ്ഡതകൾ. പിന്നെ ഇഷ്ടം പോലെ ക്രിസ്തുശാസ്ത്ര സംബന്ധമായി, ദൈവശാസ്ത്ര സംബന്ധമായി, സഭാശാസ്ത്ര സംബന്ധമായി, രക്ഷയെ സംബന്ധിക്കുന്ന ഒത്തിരി പാഷണ്ഡതകൾ സഭയിലുണ്ടായി. ആ പാഷണ്ഡതകളിലൂടെ സാത്താൻ എന്ത് ചെയ്തു? വിശ്വാസത്തെ തല്ലിക്കെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അത് അപ്പസ്തോലന്മാരുടെ കാലം മുതലേ അപ്പസ്തോലന്മാർ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ കാലശേഷം നിങ്ങളെ വഴിതെറ്റിക്കാൻ കള്ളപ്രവാചകന്മാർ വരും. അവരെന്ത് ചെയ്യും? അവർ നിങ്ങളെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴിതെറ്റിക്കാൻ ശ്രമിക്കും. നല്ല കാര്യങ്ങൾ അവർ പറയുന്നത്, പക്ഷെ അവർ നിങ്ങൾ സൂക്ഷിക്കണം. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആട്ടിൻ തോലടിഞ്ഞ ചെന്നായ്ക്കളാണ് അവർ, അവരുടെ പ്രവൃത്തികളും തിരിച്ചറിയാം. അപ്പസ്തോലനായ യോഹന്നാൻ പറയുന്നുണ്ട്, പത്രോസ് ശ്ലീഹ പറയുന്നുണ്ട്, യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, അപ്പോൾ ഇവരല്ലേ യൂദാസ് പറയുന്നുണ്ട്. ഈ ഈ ദുരുപദേശങ്ങൾ സഭയിൽ ഒരുപാട് വന്നു. അതിനെല്ലാം പ്രതിരോധിച്ചു. നിങ്ങൾക്കറിയാമോ, ആര്യനിസം എന്ന് പറയുന്ന ഒരു പാഷണ്ഡത, അതായത് സഭയുടെ അധികാര സ്ഥാനത്ത് പിതാക്കന്മാരുടെ എല്ലാം ഇടയിൽ പരന്ന ഒരു പാഷണ്ഡതയാണ് ആര്യനിസം. പല മെത്രാന്മാരും ആര്യനിസം പാഷണ്ഡത അറിയാം, കാരണം അതാ സത്യമെന്ന് വിചാരിച്ചിട്ട് യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചുകൊണ്ടും അതുപോലെ തന്നെ ക്രിസ്തുശാസ്ത്ര സംബന്ധമായിട്ട് വന്ന പാഷണ്ഡതകളിൽ ഒന്നായിരുന്നു ഈ ആര്യനിസം. അപ്പോൾ അങ്ങനെ ആര്യനിസം വന്ന് എല്ലായിടത്തും, അതായത് പ്രധാനപ്പെട്ട സ്ഥലം രാജാക്കന്മാരെല്ലാം അംഗീകരിക്കുന്നത് ആര്യനിസം, എല്ലാ മെത്രാന്മാരും അംഗീകരിക്കുന്ന ആര്യനിസം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു തെറ്റായ റൂട്ടിലേക്ക് സഭ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഒരു കൊച്ചു കുഞ്ഞ്, ഒരു ചെറിയ കുഞ്ഞ്, ആ കുഞ്ഞിങ്ങനെ ഈ കുഞ്ഞ്, അവൻ്റെ പേര് അത്തനേഷ്യസ് വീടിൻ്റെ വാതിക്കൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദിമസഭയിൽ മാമോദീസ മുങ്ങുക എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയാവാൻ ടോക്കൺ എടുക്കുക എന്നായിരുന്നു എൻ്റെ അർത്ഥം. മാമോദീസ മുങ്ങുക എന്ന് പറഞ്ഞാൽ യേശുവിനെ പ്രതി മരിക്കാൻ ടോക്കൺ എടുക്കുക എന്നായിരുന്നു. അപ്പോൾ മാമോദീസ മുങ്ങിയിട്ട് അതറിഞ്ഞപ്പോൾ രാജാവിൻ്റെ കിങ്കരന്മാർ വന്ന് നിരനിരയായിട്ട് ചെങ്ങലയിട്ട് മാമോദീസ മുങ്ങിയ ക്രിസ്ത്യാനികളെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നത് വീടിൻ്റെ നടവാതിക്കലിരുന്ന് ഈ കൊച്ചുകുട്ടി അത്തനേഷ്യസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഒരിക്കലും ഇതുപോലെ ചങ്ങലയിട്ട് എന്നെയും കൊണ്ടുപോകണേന്ന് പ്രാർത്ഥിച്ചു. അവന് എന്നിട്ട് വളർന്നു വന്നപ്പോൾ അവന് ദൈവവേലക്കായിട്ട് സമർപ്പിച്ചു. അങ്ങനെ അവൻ ഡീക്കനായി, ശമാശനായിരിക്കുന്ന സമയത്ത് അവിടുത്തെ ബിഷപ്പിൻ്റെ മെത്രാൻ്റെ സെക്രട്ടറി ആയിട്ട് അപ്പോയിൻ്റ് ചെയ്തു. അന്നേരമാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആര്യനിസം ഇങ്ങനെ പാഷണ്ഡത ഇങ്ങനെ പടർന്നു പിടിക്കുന്ന സമയത്ത് ഈ മെത്രാന്മാരെ എല്ലാം ആദ്യത്തെ സിനഡ് നടക്കുകയാണ്. അപ്പോൾ മെത്രാന്മാരെ എല്ലാം വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഏത് സൂനകദോസാണത്? നിക്യാ സൂനകദോസ്. അപ്പോൾ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ വിളിച്ചു കൂട്ടി മെത്രാന്മാർ. അപ്പോൾ നിക്യാ സൂനകദോസിൻ്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോണ്ടല്ലോ, മെത്രാന്മാരൊക്കെ എങ്ങനെയെന്നറിയാം? നമ്മൾ ഇന്നിപ്പോൾ മെത്രാന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ അച്ഛന്മാരെയും മെത്രാന്മാരെയൊക്കെ കണ്ടാൽ വലിയ പരിക്കൊന്നുമില്ലല്ലോ. അന്നത്തെ മെത്രാന്മാരെന്ന് പറഞ്ഞാൽ കാതില്ലാത്ത, കണ്ണില്ലാത്ത, കൈയില്ലാത്ത, ഇതെല്ലാം എന്തിൻ്റെ പേരില്ല? യേശുവിനെ പ്രതി കൈ വെട്ടിയെടുത്തു രാജാവ്. അപ്പോൾ ഒരു മെത്രാൻ വന്നിരിക്കുന്ന കൈയില്ലാത്ത മെത്രാൻ, ഒരു മെത്രാന് 2 കണ്ണുമില്ല. അതിനകത്ത് അതിൻ്റെ വിവരണങ്ങൾ പറയുമ്പോൾ ഒരു മെത്രാന് കയ്യുമില്ല കാലുമില്ല, എടുത്തുകൊണ്ട് വന്ന് ഇരുത്തിയിരിക്കുകയാണ്. അതായിരുന്നു ആദിമസഭ. അപ്പോൾ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അപ്പം പീഡനമാണ്. അപ്പോൾ ഒരു മെത്രാനായിരിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ ആക്ട് വിച്ച് ഈസ് സൂയിസൈഡൽ, ആത്മഹത്യാപരമാണ് മെത്രാനാവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ കൈയൊടിഞ്ഞ, നടുവൊടിഞ്ഞ, വയ്യാത്ത, കൊല്ലാൻ ഒളിച്ചോടി താമസിക്കുന്ന ഈ മെത്രാന്മാരെ എല്ലാം കോൺസ്റ്റന്റൈൻ കൊണ്ടുവന്ന് ഒറ്റ ടേബിളിന് ചുറ്റും ഇരുത്തി ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കണം. ഈ പാഷണ്ഡതയ്ക്കെതിരെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ പ്രസംഗിച്ചു. അത് അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡീക്കൻ അത്തനേഷ്യസ് അവിടെ ഉണ്ട്. അപ്പോൾ ഡീക്കൻ മെത്രാൻ്റെ സെക്രട്ടറി ആയിട്ട് സഹായ പേപ്പറൊക്കെ എടുത്തു കൊടുത്ത്, പേനയൊക്കെ എടുത്തു കൊടുത്ത് ഇങ്ങനെ നിൽപ്പുണ്ട്. അന്നേരമാണ് ഈ ഡീക്കൻ നോക്കുമ്പോൾ എല്ലാവരും ആര്യനിസത്തെ സഭയുടെ ഔദ്യോഗിക ഉപദേശമായിട്ട് പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് ഈ സിനഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് തൻ്റെ സഭയെ കൈവിടത്തില്ല എന്ന് അറിയണമെങ്കിൽ സഭയുടെ ചരിത്രം വായിച്ചാൽ മതി. കർത്താവ് തൻ്റെ സഭയെ കൈവിടത്തില്ല എന്ന് മനസ്സിലാകണമെങ്കിൽ സഭയുടെ ചരിത്രം വായിച്ചാൽ മതി. അപ്പോൾ ഉണ്ടല്ലോ ഈ ഡീക്കൻ, അവന് ഒരു വോയിസും ഇല്ല ഈ സിനഡിൽ, മെത്രാന്മാരുടെ സിനഡാണ്. ഈ ഡീക്കൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അയാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ അവസരം തരാമോ ചോദിച്ചു. സംസാരിച്ചോളാൻ പറഞ്ഞു. 1 2 3 4 5 6 7 8 9 10 11 ഒന്നൊന്നായി വാദഗതികൾ നിരത്തി
ആര്യനിസത്തിന്റെ നട്ടല്ലൊടിച്ചിട്ട് ഈ ഡീക്കൻ പറഞ്ഞു, ഇത് ദുരുപദേശമാണ്, ഇത് സഭയുടെ ഔദ്യോഗിക പ്രബോധനമാവാൻ പാടില്ല എന്ന് പറഞ്ഞ് ആണ് ആര്യനിസത്തെ സഭ പാഷണ്ഡതയായിട്ട് ശപിച്ചു തള്ളുന്നത്. ഈ അത്തനേഷ്യസ് നേരെ നിന്ന് ആത്മാവിൽ സംസാരിച്ചപ്പോഴാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലായി. അതായത് അപ്പോൾ എന്ത് ചെയ്യുന്നത്? ദുരുപദേശങ്ങൾ സഭയിൽ പെരുകുമ്പോൾ ദൈവം ആത്മാവും അഭിഷേകവും നിറഞ്ഞ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് സാത്താനോട് പറഞ്ഞു, ആ വിത്ത് ഈ വയലിൽ മുളയ്ക്കാൻ സമ്മതിക്കത്തില്ല എന്ന് ദൈവം മറുപടി കൊടുത്തത് പ്രവാചകന്മാരിലൂടെയാണ്, ഉപദേശകരിലൂടെയാണ്. ഇതുപോലെയുള്ള അത്തനീഷ്യസിനെ പോലെയുള്ള മഹാവിശുദ്ധന്മാർ അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, പറഞ്ഞു ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു പാഷണ്ഡതയാണ് പെലാജിയനിസം. ഗ്രേസുമായിട്ട് ബന്ധപ്പെട്ട, കൃപയുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു പാഷണ്ഡത. വിശുദ്ധ ആഗസ്തീനോസിനെ എഴുന്നേൽപ്പിച്ചു പെലാജിയസത്തിനെതിരെ, ഗ്നോസ്റ്റിസിസത്തിനെതിരെ മാനിക്കേസത്തിനെതിരെ ആഗസ്തീനോസിനെ എഴുന്നേൽപ്പിച്ചു. അതുപോലെ വിശുദ്ധ ജസ്റ്റിൻ, ട്രീഫോയുമായിട്ടുള്ള സംവാദം, അങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ട്. വിശുദ്ധ ജസ്റ്റിനെ ഇതുപോലെ തന്നെ സഭയ്ക്കെതിരെയുള്ള പാഷണ്ഡതയ്ക്കെതിരെ കർത്താവ് എഴുന്നേൽപ്പിച്ച ശക്തനായ ഒരു പ്രവാചകൻ. വിശുദ്ധ ഇഗ്നേഷ്യസ്, ഇഷ്ടം പോലെ ആളുകൾ ഇതുപോലെ കരുത്തന്മാരെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ സാത്താൻ്റെ നടുപിടിച്ചു. അങ്ങനെ പാഷണ്ഡതകളിലൂടെ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സാത്താൻ കൊണ്ടുവന്ന ഒരു ദുരുപദേശമാണ്, കരുണയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ദുരുപദേശമാണ് ജാൻസനിസം. ആ പേര് നിങ്ങൾ മറക്കരുത്. എന്താണ് ജാൻസൺ? ജാക്സൺ എന്ന് കേട്ടിട്ടുണ്ടോ? ആ ജാക്സൺ അല്ല, ജാൻസൺ. എന്താണ് ജാൻസനിസം? ശ്രദ്ധിക്കുക. ജാൻസനിസം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലത്തിലെ ഫ്രഞ്ച് സമ്പന്നരുടെ പിൻബലം ഇതിനുണ്ടായിരുന്നു. ഒരുപാട് ഉയർന്ന ആളുകളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സഭയിൽ ആകമാനം പടർന്നു പിടിച്ചൊരു പാഷണ്ഡതയായിരുന്നു ജാൻസനിസം. എന്താണ് ജാൻസനിസം? ജാൻസനിസം പറഞ്ഞു, അതായത് ദൈവം മഹാപരിശുദ്ധനാണ്, അതുകൊണ്ട് പാപികൾക്ക് അവൻ്റെ അടുത്ത് പ്രവേശനമില്ല. ഇത്രയും പറഞ്ഞതിനകത്ത് തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അത്രയും പറഞ്ഞ് ജാൻസനിസം അവിടെ നിർത്തി. ജാൻസനിസം പറഞ്ഞു അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ന്യൂനപക്ഷത്തിന് മാത്രമേ സ്വർഗത്തിലെത്താൻ പറ്റൂ. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ന്യൂനപക്ഷത്തിന് മാത്രമേ സ്വർഗത്തിലെത്താൻ പറ്റൂ, ബാക്കി ആർക്കും എത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്തിനെയോ കുമ്പസാരക്കൂട്ടിൽ വന്ന് പാപികൾ കുമ്പസാരിക്കുമ്പോൾ അച്ഛന്മാർ ഷൗട്ട് ചെയ്തിട്ട് എഴുന്നേപ്പിച്ചു വിടും, പോയി ഒരുങ്ങിയിട്ട് വരാൻ പറഞ്ഞു. കാരണം നിന്റെ ആനുതാപം പൂർണ്ണമല്ല, ഓടിച്ചു വിടും. കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ വിലക്കും. വർഷത്തിൽ ഒരിക്കൽ പോലും കുർബാന സ്വീകരിക്കാൻ വിലക്ക് കൊടുക്കും. കാരണം എന്താ പറയുക? നീ പ്യുവറല്ല, നീ ഹോളിയല്ല, ദൈവം പരിശുദ്ധനാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? എക്സ്ട്രീം റിഗറസ് ലീഗലിസം എക്സ്ട്രീം പോയിന്റിലേക്ക് പോയിട്ട് ജാൻസനിസം പറഞ്ഞു, കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് പേർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ആ വിശുദ്ധിയിൽ ചെല്ലാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സഭയിൽ ആകമാനം എല്ലാവർക്കും ദൈവത്തെ ഭയം, കുമ്പസാരത്തെ ഭയം, കുർബാനയെ ഭയം, പ്രാർത്ഥിക്കാൻ ഭയം. കാരണം ദൈവം ഒരു ടെററാണ്. നിങ്ങളെല്ലാം പാപികളാണ്, ക്രിമിനൽസ്. നിങ്ങളെ ദൈവം അബോർ ചെയ്യുന്നു, ദൈവം നിങ്ങളെ ഹേറ്റ് ചെയ്യുന്നു, ദൈവത്തിന് നിങ്ങളോട് ഡിറ്റസ്റ്റാണ്, ദൈവം നിങ്ങളെ വെറുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പരമാവധി പരിശ്രമിച്ചു കടുത്ത ഉപവാസവും കടുത്ത പ്രായശ്ചിത്തവും കടുത്ത പ്രാർത്ഥനയും, നിങ്ങളെ എത്രത്തോളം നീ 24 മണിക്കൂറും മുട്ടുകുത്തി നിന്നും മുട്ടയിലഴഞ്ഞും നിങ്ങൾ പരിഹാരം ചെയ്ത് ചാട്ടയടിച്ചും മുള്ളരഞ്ഞാണം കിട്ടിയൊക്കെ ചിലപ്പോ രക്ഷപ്പെടുമായിരിക്കും. മനസ്സിലായ ജാൻസനിസം എന്താ? ദൈവത്തിൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. സഭയിൽ ഇതിങ്ങനെ പിടിമുറുക്കുകയാണ് ജാൻസനിസം. അപ്പോൾ അച്ഛന്മാരൊക്കെ ടെററായിട്ട് മാറുകയാണ്. കുമ്പസാര കൂട്ടി ഇതൊക്കെ ഓടിക്കുകയാണ് ജനത്തെ. കുർബാന സ്വീകരിക്കാൻ ആരുമില്ല. അപ്പോൾ ആ ജാൻസനിസത്തിൻ്റെ കാലത്ത് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് വളരെ വിഷമിച്ചിട്ട് കർത്താവ് സഭയിൽ ഇതിനൊരു വ്യത്യാസം വരുത്താൻ വേണ്ടി ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുത്തു. അങ്ങനെ ദൈവം ആദ്യമായിട്ട് തിരഞ്ഞെടുത്ത ആള്, ഞാൻ ഈ പേരുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദൈവം ആദ്യമായിട്ട് തിരഞ്ഞെടുത്ത ആളെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ തിരുഹൃദയ ഭക്തി എന്ന് കേട്ടിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട ഒരു വിശുദ്ധയുണ്ടല്ലോ, മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന് പറയുന്ന വിശുദ്ധയെ കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തലുകൾ കൊടുക്കാൻ തുടങ്ങി.
ആ വെളിപ്പെടുത്തലിലൂടെ മാർഗരറ്റ് മേരി അലക്കോക്ക് ലോകത്തോട് പറഞ്ഞു, ഈശോയുടെ ഹൃദയം സ്നേഹിക്കുന്ന കരുണാർദ്രമായ ഹൃദയമാണ്. ആ തിരുഹൃദയത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി എത്ര കൊടും പാപിയാണെങ്കിലും ആ വ്യക്തിക്ക് രക്ഷയുണ്ട്, മോചനമുണ്ട്. ഈശോ കാത്തിരിക്കുകയാണ്. സ്നേഹഹൃദയം, കരുണാർദ്ര ഹൃദയം, തിരുഹൃദയം, സേക്രഡ് ഹാർട്ട് ഡിവോഷൻ. അത് സഭയിൽ ഈ ജാൻസനിസത്തിനെതിരെ കർത്താവ് തീർത്ത പ്രതിരോധങ്ങളിൽ ഒന്നായിരുന്നു ഈ പറയുന്ന ഈ ഈ ഈ മാർഗരറ്റ് മേരി അലക്കോക്കിലൂടെ ദൈവം കൊണ്ടുവന്ന തിരുഹൃദയ ഭക്തി. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നീട് കർത്താവ് തിരഞ്ഞെടുത്ത, അപ്പോൾ ഈ മാർഗരറ്റ് മേരി എന്ന് പറയുന്നത് മിണ്ടാമഠത്തിലെ സിസ്റ്ററാണ്, ഒരു അറിയപ്പെടാത്ത സിസ്റ്ററാണ്. അപ്പോൾ ആ സിസ്റ്റർ തിരുഹൃദയ ഭക്തിയൊക്കെ കൊണ്ടുവന്നെങ്കിലും അത് സഭയിൽ ആകമാനം, അത് ഈ നേതൃത്വത്തിലും ബുദ്ധിമാന്മാരുടെ ഇടയിലും സെമിനാരികളിലും ബുദ്ധിയുള്ളവരുടെ ഇടയിലും ഒന്നും ഇതങ്ങോട്ട് പ്രചരിച്ചിട്ടില്ല. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? അടുത്ത ആളെ പൊക്കി. അടുത്ത ആളാണ് വിശുദ്ധ അൽഫോൻസ് ലിഗൂരി. അദ്ദേഹം ഒരു സെമിനാരി പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഒരു ബുദ്ധിമാന്മാരുടെ ഇടയിൽ വലിയ ബുദ്ധിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഈ അൽഫോൻസ് ലിഗൂരിയെ തിരഞ്ഞെടുത്തിട്ട് അൽഫോൻസ് ലിഗൂരിയുടെ പ്രസംഗങ്ങളിലൂടെ, അതായത് കരുണയുള്ള ഒരു ദൈവശാസ്ത്രം, കരുണയുടെ ദൈവശാസ്ത്രം, അത് അൽഫോൻസ് ലിഗൂരിയിലൂടെ ദൈവം ലോകത്തോട് പ്രസംഗിച്ചു. അത് പാഠശാലകളിൽ, സെമിനാരികളിൽ, വൈദികരുടെ ഇടയിൽ, സന്യസ്തരുടെ ഇടയിൽ, എലൈറ്റ് ഗ്രൂപ്പിൻ്റെ ഇടയിലെല്ലാം അൽഫോൻസ് ലിഗൂരിയുടെ പ്രഭാഷണങ്ങൾ ആഞ്ഞടിച്ചു. കർത്താവ് എന്ത് ചെയ്തു? ഞാൻ ഈ ജാൻസനിസം പ്രചരിപ്പിക്കുന്ന ആളുകൾ പറയുന്നത് പോലെ ഒരു ദുഷ്ടഹൃദയമുള്ള ദൈവമല്ല, ഞാൻ കരുണയുള്ള ദൈവമാണെന്ന് കർത്താവ് പ്രചരിപ്പിക്കാൻ ദൈവം വിശുദ്ധ അൽഫോൻസ് ലിഗൂരിയെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഹി പ്രീച്ച്ഡ് എ മേഴ്സിഫുൾ മോറൽ തിയോളജി എന്ന് പറയുന്നത്, മേഴ്സിഫുൾ മോറൽ തിയോളജി. അപ്പോൾ അൽഫോൻസ് ലിഗൂരി അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് അച്ഛന്മാര് ആ പാവമോചനം, കുമ്പസാരക്കൂട്ടിൽ ആ കാലത്ത് പാവമോചനം കൊടുക്കില്ല. അൽഫോൻസ് ലിഗൂരി അവർക്കെതിരെ ആഞ്ഞടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഏത് അനുദപിക്കുന്ന പാപിയും ഏത് റിപ്പൻഡൻ്റായ സിന്നറിനും നിങ്ങൾ അബ്സല്യൂഷൻ കൊടുക്കണം, പാവമോചനം കൊടുക്കണം, അവർക്ക് പ്രത്യാശ കൊടുക്കണം. അങ്ങനെ അതുപോലെ തന്നെ കുർബാന സ്വീകരിക്കാം. ഒരു കുർബാന വർഷത്തിൽ ഒരിക്കൽ സ്വീകരിച്ചാൽ മതി എന്നാണ് പറയുന്നത് അച്ഛന്മാർ. നിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ വന്നാൽ മതി, നിങ്ങൾ പാപികളാണ്, നല്ല കുമ്പസാരം നടത്തിയിട്ട് കുർബാന സ്വീകരിച്ചാൽ മതി, പിന്നെ കുർബാന സ്വീകരിക്കേണ്ട. അപ്പോൾ അതിനെല്ലാം എതിരെ അദ്ദേഹം ശക്തമായ പ്രതിരോധം തീർത്തു. മൂന്നാമതായിട്ട് കർത്താവ് തിരഞ്ഞെടുത്ത ഒരു അത്യപൂർവ പുഷ്പമായിരുന്നു ആരാണ്? ചെറു പുഷ്പം, വിശുദ്ധ കൊച്ചുത്രേസ്യ. എന്തെന്നറിയാമോ? കൊച്ചുത്രേസ്യ പറഞ്ഞു, കർത്താവിൻ്റെ സ്നേഹഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് ഈശോയെ സ്നേഹിച്ചാൽ മതി. ചെറിയ കാര്യങ്ങൾ, ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒരാത്മാവിൻ്റെ കുഞ്ഞു കാര്യങ്ങൾ. നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ചെറിയ കാര്യങ്ങളിലൂടെ, എളിയ കാര്യങ്ങളിലൂടെ ആ സ്നേഹഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് ലോകത്തോട് കൊച്ചുത്രേസ്യ വിളിച്ചു പറഞ്ഞു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. 10ാം പിയൂസ് മാർപ്പാപ്പ കൊച്ചുത്രേസ്യയെ വിളിച്ചത് ദ ഗ്രേറ്റസ്റ്റ് സെയിൻറ്റ് ഓഫ് മോഡേൺ സെഞ്ചുറി എന്നാണ്. ആധുനിക നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിശുദ്ധ എന്നാണ്. അപ്പോൾ ആ വിശുദ്ധയിലൂടെ ഈ സഭ മുഴുവൻ യേശുവിൻ്റെ ഹൃദയത്തെ, സ്നേഹഹൃദയത്തെ ട്രസ്റ്റ് ചെയ്യാനുള്ളൊരു ആഹ്വാനത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അതും അധികം നീണ്ടു നിൽക്കുക, ലോകം മുഴുവൻ വ്യാപിക്കാതെ വന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് 4ാമതായിട്ട് 20ാം നൂറ്റാണ്ടിൽ തിരഞ്ഞെടുത്ത ആളാണ് വിശുദ്ധ ഫൗസ്റ്റീന. നമ്മൾ ആ ചരിത്രം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അത് മനോഹരമാണ്. ഞാനിത് ഒത്തിരി ലെങ്തിയാണ്, നിങ്ങൾക്ക് ബോറടിക്കും എന്നുള്ളതുകൊണ്ടാണ്. അത് മണിക്കൂറുകൾ നമുക്ക് സംസാരിക്കാനുള്ള ഹിസ്റ്ററി ഉണ്ട് ഇതിന്. ഇതിങ്ങനെ കർത്താവ് എങ്ങനെയാണ്, ദൈവം ഇതിന് ബ്യൂട്ടിഫുള്ളായിട്ടാണ് കർത്താവിന് ഇത് പറയണം ലോകത്തോട്. എന്താണ്? ഞാൻ കരുണയാണ്, ഏത് പാപിക്കും എൻ്റെ അടുത്തേക്ക് വരാം, എല്ലാവരെയും സ്നേഹിക്കുന്ന ഹൃദയമാണ് എൻ്റെ, പാപിക്ക് എന്നിലൊരു പ്രത്യാശയുണ്ട്. ഇത് പറയാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? വിണ്ടാമഠത്തിൽ നിങ്ങൾക്കറിയാമോ, ഈ ഫൗസ്റ്റീനാമ്മ 33 വർഷമേ ജീവിച്ചിരുന്നുള്ളൂ. വെറും 33 വർഷം. ഈ 33 വർഷം കൊണ്ട് ഒരാത്മാവിനെ എന്തുമാത്രം സഹനങ്ങളിലൂടെ കടത്തിവിടാമോ അതിലൂടെ എല്ലാം കടത്തിവിട്ടിട്ട് എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. അവളുടെ ഡയറിയുടെ പേരാണത്, എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. അയ്യോ, ഡയറി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വായിക്കണം. എല്ലാ ദിവസവും നിങ്ങളുടെ പേഴ്സണൽ പ്രയറിന് ഒരു പേജെങ്കിലും ഫൗസ്റ്റീനയുടെ ഡയറി വായിക്കുന്നത് നല്ലതാണ്. എന്തുമാത്രം കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത് പാപികളുടെ മാനസാന്തരത്തെക്കുറിച്ച്. പാപികൾ എൻ്റെ അടുത്തേക്ക്, നീ ഓരോ പാപി എൻ്റെ ഹൃദയത്തിലേക്ക് തരിക. എന്നിട്ട് ഫൗസ്റ്റീനയോട് പറഞ്ഞു, നീ സന്ദേശം പ്രചരിപ്പിച്ചില്ലെങ്കിൽ നശിച്ചു പോകുന്ന അനേക ആത്മാക്കൾക്ക് ഫൗസ്റ്റീന നീ കണക്ക് കൊടുക്കേണ്ടി വരും.
പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ 20ാം നൂറ്റാണ്ടിൽ ഈ സഹോദരിയെ തിരഞ്ഞെടുത്തു. ഈ മിണ്ടാമഠത്തിലെ സിസ്റ്ററേയും കൊണ്ട് എന്ത് ചെയ്യാനാ? ഇത് ലോകത്ത് എവിടെ എങ്ങനെ എത്തും? അതുകൊണ്ട് സഹായിക്കാൻ വേണ്ടി ദൈവം ആ കാലഘട്ടത്തിൽ വിശുദ്ധനായ ഒരു വൈദികനെ, ഫൗസ്റ്റീന അമ്മയുടെ കാര്യങ്ങളെല്ലാം, അന്നത്തെ കാലത്ത് ഇതൊന്നും ആരും സ്വീകരിക്കത്തില്ല. ഇവൾക്ക് വട്ടാന്നാണ്, ഇവൾ ഹിസ്റ്റീരിക്കാണ്, മാനസിക സൈക്കോയാണെന്നാണ് ആളുകൾ യഥാർത്ഥത്തിൽ ചിന്തിച്ചിരുന്നത് ഈ ഫൗസ്റ്റീന. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിരുന്നത് കൊണ്ട് ആരും ഇവൾ പറയുന്നത് സ്വീകരിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് ഈ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു അച്ഛനെ, ഫാദർ സൊപ്പോക്കോ എന്ന് പറയുന്ന ഒരു അച്ഛനെ കർത്താവ് തിരഞ്ഞെടുത്ത് ഇവളെ കുമ്പസാരക്കാരനായിട്ട് കൊടുത്തു. അങ്ങനെ സൊപ്പോക്കോയിലൂടെയാണ് പോളണ്ട് മുഴുവൻ ഈ കരുണയുടെ, ദൈവകരുണയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. പിന്നീട് വേറൊരു ഫാദർ ജാറസ് ബൗസ്കി എന്ന് പറയുന്ന ഒരച്ഛനെ കൊടുത്തു. അങ്ങനെ ആ അച്ഛനിലൂടെ ഇത് ജപ്പാനിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്ക്, അമേരിക്കയിലേക്ക് എല്ലാം, വാഷിങ്ടണിലേക്കെല്ലാം ഈ സന്ദേശം പ്രചരിപ്പിക്കപ്പെട്ടു. അങ്ങനെ 1958 എത്തുമ്പോഴേക്കും, ഇത് നിങ്ങൾ കേട്ടോണേ, ഇത് വളരെ രസകരമാണ് ഇതിൻ്റെ ഹിസ്റ്ററി. 1958 എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നറിയാമോ? അതായത് ഈ ഫൗസ്റ്റീന അവളുടെ ഡയറി എല്ലാം എഴുതി. അപ്പോൾ ഈ ഡയറി പകർത്തി എഴുതി, കുറച്ച് സിസ്റ്റേഴ്സ് പകർത്തി എഴുതി എല്ലാം സൂക്ഷിച്ചു വെച്ചപ്പോൾ, ഈ പകർത്തി എഴുതിയപ്പോൾ ശ്രദ്ധക്കുറവ് കൊണ്ട് കുറച്ച് തെറ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നു. ദൈവശാസ്ത്രപരമായ കുറച്ച് തെറ്റുകൾ അവിടെ ഇവിടെയൊക്കെ വന്നു. പകർത്തി എഴുതിയപ്പോൾ ശ്രദ്ധക്കുറവ് കൊണ്ട് വന്നതാണ്. അപ്പോൾ ആ പകർത്തി എഴുതിയ പതിപ്പാണ് ഇത് വത്തിക്കാൻ ഈ സന്ദേശങ്ങളെക്കുറിച്ച് ആധികാരികമായ ഒരു തീരുമാനം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ വത്തിക്കാൻ പരിശോധിച്ചത് പകർത്തി എഴുതിയ കോപ്പീഡ് മെറ്റീരിയലാണ്. അത് വായിച്ചപ്പോൾ അതിനകത്ത് ചില തെറ്റുകൾ കണ്ടപ്പോൾ 1958 വത്തിക്കാൻ ഈ ദൈവകരുണയുടെ സന്ദേശത്തെ വിലക്കേർപ്പെടുത്തി തടഞ്ഞു വെച്ചു. ഇത് മനസ്സിലാക്കണം. അതായത് സഭയുടെ ഔദ്യോഗിക ഭാഗത്ത് നിന്ന് ഈ സന്ദേശങ്ങളെ തടഞ്ഞു വെച്ചു. എന്നിട്ടുണ്ടല്ലോ 1959 ഈ ഭക്തി പ്രചരിപ്പിക്കുന്നത് തൽക്കാലത്തേക്ക് സഭ നിരോധിച്ചു. 1959 20 വർഷം ദൈവകരുണയുടെ ഭക്തി പേപ്പർ കെട്ടുകൾക്കകത്ത് ഒതുങ്ങിക്കിടന്നു. ഇതിനിടയ്ക്ക് ഫാദർ സൊപ്പോക്കോ മരിച്ചു. പോളണ്ടാണ് ഫൗസ്റ്റീനയുടെ സ്ഥലം. പോളണ്ടിനെയാണ് ദൈവകരുണ പ്രചരിപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്തത്. പോളണ്ടിൻ്റെ ഹിസ്റ്ററി വളരെ വളരെ അത്ഭുതകരമായ ചരിത്രമാണ്. അത് ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് ആരെങ്കിലും താല്പര്യമുള്ളവർ. പോളണ്ടിനെ ദൈവം എങ്ങനെയാണ് ഉപയോഗിച്ചത് സഭയെ നവീകരിക്കാൻ. അപ്പോൾ എന്ത് ചെയ്തു? 1965 എത്തിയപ്പോഴേക്കും, ഇതിന് തൊട്ട് മുമ്പ് ഇരുന്ന ഒരു മാർപ്പാപ്പയുടെ അടുത്തേക്ക്, എനിക്കൊന്ന് ജോൺ 23 മാർപ്പാപ്പയുടെ അടുത്തേക്കാണ് ഈ സന്ദേശങ്ങൾ എത്തിയപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു തീരുമാനം പറയണമെന്ന് പറഞ്ഞ് ഈ സന്ദേശങ്ങൾ എത്തിയ സമയത്ത് അദ്ദേഹം ഈ വലിയൊരു കെട്ട് ഫയലാണ്, ആ ഫയലിൻ്റെ അവസാനത്തെ പേജ്, അങ്ങനെയാണ് ആ ഫയൽ ഇരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ആദ്യം മറിച്ചത് ലാസ്റ്റ് പേജാണ്. ആ ലാസ്റ്റ് പേജിൽ ഈ വത്തിക്കാനിൽ നിന്ന് ഇതിനകത്ത് ചില തെറ്റുകൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം വായിച്ചത്. അതുകൊണ്ട് അദ്ദേഹം അതിനകത്തൊരു താല്പര്യം കാണിക്കാതെ അടച്ച് വീണ്ടും മാറ്റിവെച്ചു. തടഞ്ഞു വെക്കപ്പെട്ടു. നിങ്ങളൊരു കാര്യം തടസ്സപ്പെട്ടു എന്നുള്ളത് കൊണ്ട്, അതും സഭയുടെ ഔദ്യോഗിക ഭാഗത്ത് നിന്ന് തടസ്സപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അത് ദൈവഹിതത്തിന് വിരുദ്ധമാണ് ചിന്തിക്കരുത്. ദൈവം അത് അനുവദിച്ചതാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ഇത് അത്രയും വ്യാപകമായി പ്രചരിക്കേണ്ട ഒരു ഭക്തി ആയതുകൊണ്ട് ദൈവത്തിന് വേറെ ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അത് പ്രചരിക്കണ്ടെന്ന് ദൈവം തീരുമാനിച്ചു. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് പാവം കൊച്ചറേസ്യ ഒരു കന്യാമഠത്തിൻ്റെ അകത്തിരുന്ന് പറഞ്ഞ പോലെയോ മാർഗരറ്റ് മേരി അലക്കോക്ക് ഇരുന്ന് പറഞ്ഞ പോലെയോ ഒന്നുമല്ല. ഇത് ലോകം മുഴുവൻ പ്രചരിക്കണം. അങ്ങനെ പ്രചരിക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു സമയമുണ്ട്, അതിന് പറ്റിയ ആളുകളുമുണ്ട്. അതിന് ദൈവം വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്ത് 20 കൊല്ലത്തോളം അതിങ്ങനെ മറാല മൂടിക്കിടന്നു, മറവിയുടെ മറാല മൂടിക്കിടന്നു ദൈവകരുണയുടെ ഭക്തി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 1965 എത്തുമ്പോൾ പോളണ്ടിലെ ക്രാക്കോവ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിട്ട് ഒരു വൈദികൻ ആർച്ച് ബിഷപ്പായിട്ട് അവരോധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരാണ് കരോൾ വോയ്റ്റീവ. പോളണ്ട് ആരാന്നറിയാലോ. അപ്പോൾ കരോൾ വോയ്റ്റീവ ക്രാക്കോവ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ ദൈവകരുണയോട് ഒരാഭിമുഖ്യം തോന്നാൻ ദൈവം ഇടയാക്കി.
അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വീണ്ടും ഈ ദൈവകരുണയുടെ പ്രബോധനങ്ങൾ എടുത്ത് പഠിക്കാൻ ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം ഇത് പഠിക്കാൻ ആരംഭിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? 1978 എത്തിയപ്പോഴേക്കും, 65 അദ്ദേഹം ഇതിനെക്കുറിച്ച് താല്പര്യം കാണിക്കാൻ തുടങ്ങി. 78 എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിലൂടെ ഈ ഏപ്രിൽ മാസം 15-ാം തീയതി 1978 ദൈവകരുണയ്ക്ക് സഭ ഏർപ്പെടുത്തിയിരുന്ന നിരോധനം പിൻവലിക്കുകയും ദൈവകരുണ പ്രചരിപ്പിക്കാൻ സഭ അനുവാദം കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചത്? ക്രാക്കോവ് ആർച്ച് ബിഷപ്പായിരുന്ന കരോൾ വോയ്റ്റീവ. അദ്ദേഹം ഈ വിലക്ക് നീക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കൊടുത്ത് ഏതാനും നാളുകൾ കഴിയുമ്പോൾ, എന്ന് പറഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഈ വിലക്ക് നീക്കാൻ സഹായിച്ച ഈ ആർച്ച് ബിഷപ്പിനെ കർത്താവ് കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയാക്കി റോമിൽ കൊണ്ടുവന്നിരുത്തി. അതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. നിങ്ങൾ മനസ്സിലായോ? അതായത് കർത്താവിൻ്റെ വഴി നിങ്ങൾ കണ്ടോ? അതായത് ഇതൊരു കന്യാസ്ത്രീ പറഞ്ഞ ദർശനങ്ങളെന്ന് പറഞ്ഞ് ഒടുങ്ങാനുള്ളതല്ല. അതുകൊണ്ട് അതിൻ്റെ റൂട്ട് ദൈവം ക്ലിയർ ചെയ്യുകയാണ്. ക്രാക്കോവ് ആർച്ച് ബിഷപ്പായിട്ട് കരോൾ വോയ്റ്റീവ വരുന്നവരെ ദൈവം വെയിറ്റ് ചെയ്തിട്ട് അദ്ദേഹം വന്നു കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് ഇതിനകത്ത് താല്പര്യം ഉണ്ടായിരുന്നു. ആ താല്പര്യം എടുത്ത് അദ്ദേഹം ഇതിനുണ്ടായിരുന്ന വിലക്ക് നീക്കി കഴിഞ്ഞപ്പോൾ 6 മാസം കഴിയുമ്പോൾ ഈ വിലക്ക് നീക്കാൻ സഹായിച്ച ആളെ പിടിച്ച് മാർപ്പാപ്പയാക്കി. 1980 അദ്ദേഹം സഭയെ മുഴുവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് എഴുതിയ അതൊരു പ്രബോധനമാണ് റിച്ച് ഇൻ മേഴ്സി, കരുണയിൽ സമ്പന്നൻ. റിച്ച് ഇൻ മേഴ്സി. അദ്ദേഹം സഭയെ കരുണയെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹം സഭയോട് പറഞ്ഞു, സ്നേഹത്തിൻ്റെ സെക്കൻഡ് നെയിമാണ് കരുണ, സ്നേഹത്തിൻ്റെ 2ാമത്തെ പേരാണ് കരുണ. അദ്ദേഹം ലോകത്തോട് പറയുകയാണ്. അപ്പോൾ സ്നേഹം മരമാണെങ്കിൽ കരുണ ഫലമാണെന്ന് മാർപ്പാപ്പ ലോകത്തോട് പറഞ്ഞു. സ്നേഹം മരമാണെങ്കിൽ കരുണ ഫലമാണ്. അങ്ങനെ 1993 എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഈ ദൈവകരുണയുടെ സന്ദേശം പ്രചരിപ്പിക്കുക ദൈവം എന്നെ പരമേൽപ്പിച്ച അത്യപൂർവമായ ഒരു ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു. ദൈവകരുണയുടെ സന്ദേശം പ്രചരിപ്പിക്കുക എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. സഭ സസ്പെൻഡ് ചെയ്തിരുന്ന ഒരു ഡിവോഷനാണിത്. അദ്ദേഹം ലോകത്തോട് അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് 1993 അദ്ദേഹം ഫൗസ്റ്റീനായെ ബെയാറ്റിഫൈ ചെയ്തു, വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചു. 2000 അദ്ദേഹം 2000-ാം ആണ്ടിലെ ദൈവകരുണയുടെ തിരുനാളിൽ ഫൗസ്റ്റീനായെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. 2000-ാം ആണ്ടിലെ ദൈവകരുണയുടെ തിരുനാളിന് ഫൗസ്റ്റീനായെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. നിങ്ങൾക്കറിയാമോ, ദൈവകരുണയുടെ തിരുനാൾ ആഘോഷത്തിൻ്റെ തലേന്നോ മറ്റോ ആണോ മാർപ്പാപ്പ മരിക്കുന്നത്? അത് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഇത് ഒത്തിരി അദ്ദേഹത്തിൻ്റെ ഒരു ദൗത്യമായിട്ട് അദ്ദേഹം കണ്ടു ദൈവകരുണ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ 2000 ഈ തിരുനാൾ, ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കണ സഭ മുഴുവൻ യൂണിവേഴ്സൽ ഫീസ്റ്റായിട്ട് ദൈവകരുണയുടെ തിരുനാൾ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. 2002 അദ്ദേഹം ആഗോള സഭയെ കർത്താവിൻ്റെ കരുണയ്ക്ക് പരമേൽപ്പിച്ച് പ്രതിഷ്ഠിച്ചു. എന്നിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. 2005 ഏപ്രിൽ മാസം 2-ാം തീയതി 2005 ഏപ്രിൽ മാസം 2-ാം തീയതി ദൈവകരുണയുടെ തിരുനാളിൻ്റെ തലേന്ന് ജോൺ പോൾ മാർപ്പാപ്പ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. അദ്ദേഹം ഈ ദൈവകരുണയുടെ തിരുനാൾ അങ്ങോട്ട് തുടങ്ങുന്നേ ഉള്ളൂ, തലേന്ന് വൈകിട്ട് തുടങ്ങുകയാണല്ലോ. അപ്പോൾ ആ വിജിലിലാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം കുർബാന അർപ്പിച്ചു, പരിശുദ്ധ കുർബാന സ്വീകരിച്ച് 30 മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹം മരിച്ചു. സെക്രട്ടറി പരിശുദ്ധ കുർബാന അർപ്പിച്ചു, കുർബാന കൊടുത്തു, കുമ്പസാരിപ്പിച്ചു, കുർബാന കൊടുത്തു. 30 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അദ്ദേഹം ലോകത്തോട് പറഞ്ഞു, ഈ ദൈവകരുണ എന്ന് പറയുന്നത് ലോകത്തിന് ദൈവം കൊടുക്കുന്ന ഈസ്റ്റർ ഗിഫ്റ്റാണ്, ഈസ്റ്റർ സമ്മാനമാണ് ദൈവകരുണ എന്നാണ് മാർപ്പാപ്പ ലോകത്തോട് പറഞ്ഞത്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഇത്രയും ചരിത്രം പറഞ്ഞെന്തിനെന്നറിയാമോ? എനിക്കത് ഓർക്കുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ കരച്ചിൽ വരും. അതായത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇത് ലോകം മുഴുവൻ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ കരുണയാണ്, നിങ്ങൾ എൻ്റെ കരുണയിലേക്ക് തിരിച്ചു വരിക. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആരാധന നടത്താനായിട്ട് ഒരുങ്ങുകയാണ്. കൂടുതൽ കാര്യങ്ങൾ കർത്താവ് അനുവദിച്ചാൽ നാളെ പറയാം. അതായത് നമുക്ക് ഈ ദൈവകരുണയിൽ വെളിപ്പെട്ട
രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ ഒത്തിരി ആഴമായിട്ട് ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാനതിൻ്റെ ചരിത്രം പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരും ഈ ഓൺലൈനിൽ ഇപ്പോൾ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നവരോട് എനിക്കൊരു അപേക്ഷയുള്ളത്, യൂട്യൂബിൽ നാളെ ഇത് കാണാൻ പോകുന്നവരും ഇപ്പോൾ ലൈവായിട്ട് പങ്കെടുക്കുന്നവരും ഇപ്പോൾ മൗണ്ട് കാർമലിൽ ഇരുന്ന് ഈ ധ്യാനം കൂടുന്നവരുമായ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു ജീവിത നിയോഗമായിട്ട് നിങ്ങളിത് ഏറ്റെടുക്കണം. ഈ കരുണ, ദൈവ കരുണ പ്രചരിപ്പിക്കുക. അതിനുള്ള സുവിശേഷകരാവാനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവ കരുണ പ്രചരിപ്പിക്കണം. കരുണയുടെ ഛായാചിത്രം എല്ലാവർക്കും അച്ചടിച്ച് ഫ്രീ ആയിട്ട് കൊടുക്കണം. പുസ്തകങ്ങൾ അച്ചടിച്ച് ഫ്രീ ആയിട്ട് കൊടുക്കണം. പഠിപ്പിക്കണം. ഈ സന്ദേശങ്ങളൊക്കെ ആരെങ്കിലും നിങ്ങളുടെ ഭാഷകളിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ പറഞ്ഞിട്ടുള്ള സന്ദേശങ്ങളെല്ലാം പ്രചരിപ്പിക്കണം. അങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. നമുക്ക് ഒത്തിരി എൻ്റെ സുഹൃത്തുക്കളായ ചില വൈദിക സഹോദരങ്ങളൊക്കെ ഇതിനൊക്കെ നന്നായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. പുസ്തകങ്ങൾ അടിച്ച് വിതരണം ചെയ്യുക, ദൈവകരുണ ശരിക്കും, അതായത് ലോകം മുഴുവൻ ഇതറിയും. ഈ അന്ത്യകാലത്ത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സുവിശേഷ വേല ദൈവകരുണ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവകരുണ, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ദൈവകരുണയുടെ പ്രചാരകരായിട്ട് മാറിയാൽ ദൈവത്തിന് നിങ്ങളോട് വലിയ സ്നേഹവും സന്തോഷവും ഉണ്ടാവും. കർത്താവിന് അഗാധമായ സ്നേഹം ഉണ്ടാവും കേട്ടോ. എന്നെ വിശ്വസിച്ചോ നിങ്ങൾ? എന്തോ ഒരു സ്നേഹമായിരിക്കും ഈശോയ്ക്ക്, എന്ത് സ്നേഹമായിരിക്കും. കർത്താവ് എന്ത് ആഗ്രഹിക്കുന്നു, ഇത് ലോകം മുഴുവനിലും എല്ലാ മക്കളും എൻ്റെ കരുണയെക്കുറിച്ച് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നോ? നിങ്ങൾക്ക് സന്തോഷമായോ? അതായത് ദൈവം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടെ ധ്യാനിക്കുന്നവരും ഈ ധ്യാനം ഓൺലൈനിൽ കൂടുന്നവരും എല്ലാം സന്തോഷിച്ചോ. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു വലിയ കൃപാവരത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ചെയ്തോ. നിങ്ങൾ ചോദിക്കുന്നതൊക്കെ കർത്താവ് തരും. കാരണം അത് ഹൃദയം നിറഞ്ഞ് ഈശോ നിൽക്കുന്നുണ്ട്. അതാണ് എൻ്റെ ചങ്കൊക്കെ വിങ്ങി പൊട്ടുന്നുണ്ട്. എനിക്ക് ഒന്ന് മാറിയിരുന്ന് കരഞ്ഞാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയ്ക്ക് കർത്താവിന് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ട്. ഇത് പറയുമ്പോൾ നമുക്ക് ആ സ്നേഹം അനുഭവിക്കാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയുണ്ട് ഈ അൾത്താരയിൽ? ജോൺ പോൾ മാർപ്പാപ്പയുണ്ട്, ഫൗസ്റ്റീനായുണ്ട്, കൊച്ചു ത്രേസ്യ ഉണ്ട്, അൽഫോൻസ് ലിഗോരിയുണ്ട്, മാർഗരറ്റ് മേരി അലക്കോക്കുണ്ട്. ഈ കരുണ ലോകമെമ്പാടും എത്തണമെന്ന് ആഗ്രഹിച്ച എല്ലാവരും ഈ അൾത്താരയിൽ ഇവിടെ എല്ലാം ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമുക്ക് ദൈവം തരുന്ന നിയോഗത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നന്നായിട്ടൊന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.